ഈ ക്ഷേത്രമായിട്ട് എനിക്ക് വളരെയധികം അടുത്ത ഒരു ആത്മബന്ധമുണ്ട്. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സമയം ഒരു താലപ്പൊലി സമയത്ത് വളരെ അവിചാരിതമായിട്ട് എൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടക്കുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലും പോകാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്, ഇവിടുത്തെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ പരദേവതയായിട്ടുള്ള അരകുറിശി ഉദയർക്കുന്ന ഭഗവതിയുടെ തിരുമാന്താംഗിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊക്കെ സാധിച്ചു. അതിലേക്ക് തുടക്കം ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ഡേറ്റ് വേണമെന്ന് വെച്ച് വിനോദേട്ടൻ എപ്പോൾ വിളിച്ചാലും എങ്ങനെയെങ്കിലും ഡേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ. കാരണം ഇവിടെ വരാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അത്രയും വളരെ വേണ്ടപ്പെട്ട ഒരു ക്ഷേത്രമായിട്ട് ഇത് മാറി. ഈ 2 വർഷം കൊണ്ട് എനിക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനും അഭിവൃദ്ധിയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഓരോ വർഷം ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇത്രയും നാളത്തെ ജീവിത സാഹചര്യങ്ങളെക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാഹചര്യം ഓരോ വർഷം ഉണ്ടാവുന്നുണ്ട് എന്ന് കരുതുന്നു. കാരണം അമ്മയുടെ ചൈതന്യം ഈ നാടിൽ മുഴുവൻ ഐശ്വര്യമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളം അമ്മയുടെ മക്കളായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നും കരുതുന്നു. ഇവിടെ വന്ന് ഈ പ്രഭാഷണം നടത്തി നാളെ ഇത് വളരെ ഇതൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് നാളെ രാവിലെ 5 മണിക്ക് എനിക്ക് പോകാനുള്ളത് അമൃത TV-യിൽ ഒരു അവാർഡ് വാങ്ങാനാണ്. നാളെ ആദ്യം രാവിലെ തൊട്ടുള്ള യാത്ര. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സ്പിരിച്വൽ വ്ളോഗർ അവാർഡ് 2025 അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി. നാളെ അത് അമൃത TV-യുടെ സ്റ്റുഡിയോയിൽ കൊച്ചിയിൽ പോയിട്ട് വാങ്ങാനുള്ള ഒരു ഭാഗ്യം കൈവന്നിരിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആദ്യത്തെ വിദേശ പ്രോഗ്രാം മലേഷ്യയിൽ. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും മലേഷ്യക്ക് പോകുന്നു. ഇതൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ള ഗുണങ്ങളാണ്. അമ്മയാണ് വളർത്തി വലുതാക്കി. അതുകൊണ്ട് ഞാൻ എല്ലാവണ്ണം വരുമ്പോഴും അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കാനുണ്ട്. ഇത്തവണ അമ്മയ്ക്ക് കുഞ്ഞൊരു സമ്മാനം കൊണ്ട് വന്നു. അമ്മ അത് സ്നേഹത്തോടെ സ്വീകരിച്ചു. അമ്മ ആ സാരി വീണ്ടും അവിടെ ഉടുപ്പിച്ചപ്പോൾ കണ്ടപ്പോൾ വലിയ സന്തോഷം. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എനിക്ക് മറ്റൊരു തട്ടകത്തുനിന്ന് വരുന്ന എനിക്ക് ഈ ഭഗവതി ഇത്രയധികം ഐശ്വര്യങ്ങൾ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം നാട്ടുകാരായിട്ടുള്ള നിങ്ങൾക്ക് അമ്മ എത്രത്തോളം ഐശ്വര്യങ്ങൾ തരുന്നുണ്ടാവുമെന്ന് സ്വയം ആലോചിക്കുക. ആ തരുന്ന ഓരോ ഐശ്വര്യത്തിനും അമ്മയോട് നന്ദി പറയുക. എപ്പോഴും അമ്മയോട് കൂറുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഓരോ തവണ ഇവിടെ വരുമ്പോഴും ഞാൻ പറയാറുണ്ട്, സ്വന്തം മുറ്റത്തെ തുളസിച്ചെടി നോക്കിയിട്ട് കാണാതെ അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കാതെ അപ്പുറത്തെ വീട്ടിലെ പൂച്ചെടിയിൽ പോയിട്ട് വെള്ളം ഒഴിക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശബരിമലയും നമ്മുടെ മൂകാംബികയും നമ്മുടെ ഗുരുവായൂരും നമ്മുടെ പഴനിയും നമ്മുടെ തിരുമാന്താംഗും ഒക്കെ ഈ ക്ഷേത്രമാണ്. ഇതിവിടെ കഴിഞ്ഞേ ഉള്ളൂ. എന്തു സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തെ നോക്കുക എന്നുള്ളതാണ് ധർമ്മം. ബാക്കിയെല്ലാം അത് കഴിഞ്ഞുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഭഗവതി എന്തോ ചെറുതും ഗുരുവായൂരപ്പൻ വലുതും എന്നുള്ള ധാരണ ഉണ്ടാവരുത്. കുറെ നേരം ക്യൂ നിന്ന് കണ്ടാലേ വലിയ ക്ഷേത്രമാവുന്നില്ല. ആത്യന്തികമായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായിട്ട് അറിയുന്നത് നമ്മുടെ നാട്ടിലെ ഭഗവതിക്കാണ്. ഞാൻ കുറെ തവണ അതൊക്കെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, അതൊന്നും ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരിക്കൽ കൂടി അത് പറയാനുണ്ടായ കാരണം ഇപ്പോഴും പല സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ദേശക്ഷേത്രത്തിന്റെ പ്രാധാന്യം അവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ഇവിടെ ആ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരോട് വരില്ല. പലയിടത്ത് പോകുമ്പോഴും അവർക്കൊക്കെ തന്നെ അവരുടെ ക്ഷേത്രം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോകാനും, ഗുരുവായൂർ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും പോയില്ലെങ്കിൽ ഒരു സമാധാനക്കേടൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. സ്വന്തം ക്ഷേത്രത്തിൽ പോകുമ്പോൾ സമാധാനക്കേട് തോന്നാതിരിക്കുകയും ഗുരുവായൂർ പോവാതിരിക്കുമ്പോൾ സമാധാനക്കേട് തോന്നുകയും ചെയ്യുന്നത് ആത്യന്തികമായിട്ട് നമ്മൾ വേറെ, നമ്മുടെ ഭഗവതി വേറെ, ഗുരുവായൂരപ്പൻ വേറെ എന്ന് കാണുന്നതിന്റെ ലക്ഷണമാണ്. സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ യഥാർത്ഥ സമാധാനക്കേട് ഉണ്ടാവേണ്ടത്, അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുമ്പോഴല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ഇനി കൂടുതൽ ശക്തിയോട് വീണ്ടും ചെയ്യാൻ, ഈ ഭഗവതിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഈ ഭഗവതിയുടെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മളാലാവുന്ന ഒരു സംഭാവന. അത് പണത്തിന്റെ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങളിവിടെ ഇന്നിപ്പോ ഞാൻ കുറച്ച് വൈകി, സാധാരണ ഞാൻ മറ്റു തിരക്കൊന്നും ഇല്ലെങ്കിൽ നേരത്തെ വരാറുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ ഇവിടെ ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കുമ്പോൾ ഉറക്കെ നാമം ചൊല്ലുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വരാറുള്ളത്. ഇന്നിപ്പോ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് വൈകി, ഇല്ലെങ്കിൽ അത് കാണാനുള്ള ഭാഗ്യം കൂടെ എനിക്ക് ഉണ്ടാവുമായിരുന്നു.
അതൊക്കെ വീണ്ടും വീണ്ടും കൂടുതൽ ആവർത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ജപിക്കുന്നത് ഒരു 100 ആണെങ്കിൽ അത് 200 ശ്രമിക്കുക, അടുത്ത വർഷം കഴിഞ്ഞാൽ 400 ഇങ്ങനെ എത്രത്തോളം നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മുടെ ഒരു സംഭാവന അമ്മയുടെ ഐശ്വര്യത്തിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും, അത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിന്റെ അഭിവൃദ്ധി ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്യും. കാരണം ഈ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ ഐശ്വര്യം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന മൂർത്തിയുടെ ക്ഷേമം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് നമ്മുടെ ക്ഷേമം തന്നെയാണ്. കാരണം ഈ ഭഗവതി ഇരിക്കുന്നത് ആത്യന്തികമായി ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലാണ്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒരു തോന്നൽ ഉണ്ടാവുകയാണ്, അമ്മ എന്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, എന്റെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നന്നായി നടക്കുന്നില്ലല്ലോ, എൻ്റെ മക്കളുടെ പഠിത്തം നന്നായി നടക്കുന്നില്ലല്ലോ, ജോലി കാര്യം ശരിയാവണമെന്നില്ലല്ലോ, കല്യാണം ശരിയാവുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം പരിശോധിക്കുക, നമ്മൾ എത്രത്തോളം ഭഗവതിക്ക് അങ്ങോട്ട് നമ്മുടെ ഒരു സംഭാവന, അത് പണമായിട്ടല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ ഭഗവതി എത്രത്തോളം നോക്കുന്നുണ്ട്. ആ ഭഗവതിക്ക് ഉണ്ടാവുന്ന അഭിവൃദ്ധി നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഭഗവതിയെ നോക്കാതെ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ആ പരാതികൾ വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് നിവൃത്തി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഭഗവതിയെ ബഹുമാനിച്ചുകൊണ്ട്, ആ ഭഗവതിയാണ് എൻ്റെ ഈ ശ്രേയസ്സിന് മുഴുവൻ കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവതിയുടെ തേജസ്സും ഐശ്വര്യവും കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളിപ്പോൾ കുറച്ചു നേരം മുമ്പ് ഇവിടെ ചെയ്ത നാമജപം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ ജപിച്ചുകൊണ്ടേയിരിക്കുക. എത്രത്തോളം ചെയ്യാൻ സാധിക്കും അത്രത്തോളം ചെയ്യുക. ഇത് വൃശ്ചികമാസത്തിൽ മാത്രമാണോ ചൊല്ലാറുള്ളൂ ഇവിടെ? അങ്ങനെ ഉണ്ടാവും? എല്ലാ ദിവസവും ചൊല്ലാറുണ്ടാവും? മിണ്ടില്ലേ? എല്ലാ ദിവസവും ഉണ്ടോ? അതോ ഈ ഒരു സമയത്ത് മാത്രം? ഇപ്പൊ മാത്രമേ ഉള്ളൂ? എല്ലാ ദിവസവും ഉണ്ട്. ശരി, ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കുവേ. അപ്പൊ എല്ലാ ദിവസവും ചൊല്ലുക എന്നുള്ളതാ. നമ്മളൊക്കെ വൈകുന്നേരം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് സന്ധ്യാസമയത്ത് ഭഗവതിയുടെ ദീപാരാധന നടക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ നല്ല, ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെയും കൊണ്ടുവന്ന് ഈ ഗ്രില്ലിന്റെ 2 ഭാഗത്ത് നിന്ന്, ഏതാണ്ട് അതുവരെ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, 2 ഭാഗത്ത് നിന്ന് ഉറക്കെ ദീപാരാധനയ്ക്ക് നട അടയ്ക്കുന്നതിന് മുമ്പും ശേഷവും ഒക്കെ ഉറക്കെ നാമം ചൊല്ലുക. നാമം ചൊല്ലുമ്പോൾ ആത്യന്തികമായിട്ട് ആ ഭഗവതി ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവും. രൂപം പുറത്താണ് അല്ലെ? നമ്മൾ കാണുന്ന ഈ വിഗ്രഹം ഇരിക്കുന്നത് നമുക്ക് പുറത്താണ്, നാമം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ അകത്തും പുറത്തുമുള്ളത് ഒരാൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനാണ് ഈ നാമം ചൊല്ലുന്നത്. 1000 വട്ടം നാരായണ എന്ന് ജപിക്കുന്ന ഒരാൾക്ക് ആത്യന്തികമായിട്ട് ബോധ്യം ഉണ്ടാവണം, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളാണ് ആര്? നാരായണൻ. ആ ബോധ്യം ഉണ്ടാവാനാണ് നാമം ചൊല്ലുന്നത്. അല്ലാതെ ഞാൻ 3 വട്ടം ചൊല്ലി, ഞാൻ 100 വട്ടം ചൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള എണ്ണക്കണക്കിന് കാര്യമില്ല. ബോധ്യത്തോടു കൂടി ചെല്ലുക. ഇവിടെ വന്ന് ഈ ഗ്രില്ലിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നേണ്ടത് ഈ ഭഗവതി എൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ എന്നുള്ള തോന്നലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആ ഭഗവതി എൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അമ്പലത്തിൽ കയറേണ്ട ആവശ്യമുണ്ടോ? ഉള്ളിലുണ്ടല്ലോ, ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ പോരെ. അതിനാണ് ആത്യന്തികമായിട്ട് നമ്മുടെ സനാതന ധർമ്മത്തിൽ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമുക്ക് സങ്കല്പിക്കാൻ, നമ്മുടെ വിഷമങ്ങൾ പറയാൻ, നമ്മുടെ സന്തോഷങ്ങൾ പറയാൻ, നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുക്കാൻ, നമുക്ക് ഒപ്പം ഇരുന്ന് നാമം ചൊല്ലാൻ, ഒപ്പം ഇരുന്ന് ഇതേപോലെ ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കാൻ, അതിനൊക്കെയാണ് ഒരു ക്ഷേത്രം വേണ്ടത്. പ്രാർത്ഥിക്കാൻ ക്ഷേത്രം വേണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ സാമൂഹികമായിട്ടുള്ള ആരാധന നടത്താൻ വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട് ക്ഷേത്രങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഭഗവതി ഇവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു 1-2 കുടുംബക്കാർ വന്നിട്ട് എന്നെ കണ്ടിട്ട് പൊക്കോട്ടെ എന്ന് കാണാനല്ല. ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഒന്നിച്ചു വന്ന് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെന്തിനാ? അമ്മയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമ്മയ്ക്ക് ഇപ്പൊ നമ്മൾ നോക്കിയതുകൊണ്ട് അമ്മയ്ക്ക് അഭിവൃദ്ധി കൂടുതലുണ്ടാവുന്നു കുറവുണ്ടാവുന്നു അല്ല, അമ്മ ഏറ്റവും തേജസ്സുള്ള ആള് തന്നെയാണ്. പക്ഷേ എങ്ങനെയാണോ നിങ്ങളൊക്കെ, പ്രത്യേകിച്ച് അമ്മമാരാണ് ഇവിടെ കൂടുതലുള്ളത്, നിങ്ങളുടെ എന്നും ചിലപ്പോ സ്വന്തം വീട് ഇവിടെ ആയിരിക്കില്ല, കല്യാണം കഴിച്ച് നിങ്ങൾ പുറന്നായിരിക്കും.
ഒരു വെക്കേഷൻ സമയത്തോ ഒരു ഒഴിവ് കിട്ടുന്ന സമയത്തോ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള നിങ്ങളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും നിങ്ങളെ കണ്ട് സന്തോഷിക്കില്ലേ? ഓ, എന്റെ കുട്ടി വന്നല്ലോ. അതുപോലെ ഭഗവതി സന്തോഷിക്കണം എന്നാണ്. എന്റെ മക്കൾ എന്നെ കാണാൻ വരുന്നു. അത് നിങ്ങൾ കയ്യിൽ കുറെ പഴം കൊണ്ടേ കൊടുത്തോണ്ടോ പായസം കൊണ്ടേ കൊടുത്തോണ്ടോ അതിനേക്കാളൊക്കെ അപ്പുറമാണ് നിങ്ങൾ വരിക എന്നുള്ള പ്രവൃത്തി. അതും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ടും അമ്മയ്ക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് എന്ത് വേണം? വരുന്ന തലമുറയിലുള്ള കുട്ടികളെ കൂടി കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ നിർത്തണം എന്നാണ്. കാരണം നമ്മളൊക്കെ ഇവിടുന്ന് പോയാലും ഈ ഭഗവതിയുടെ ഉത്സവം നടത്താനും ഇവിടെ എഴുന്നള്ളിപ്പ് നടത്താനും തലപ്പൊലി നടത്താനും ഒക്കെ ബാധ്യതപ്പെട്ട ആൾക്കാരാണ് ഈ ഗ്രില്ലിന്റെ ഇടയിൽ ഇരിക്കുന്നത്. ഇവരാണ് അമ്മയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നാളെ ഭഗവതിക്ക് താഴെടുക്കേണ്ട കുട്ടികളാണ് ഇവിടെ ഉള്ളത്. നാളെ ഭഗവതിയുടെ ക്ഷേത്രം ചിലപ്പോൾ കുറച്ചുകൂടെ വലിയ നിലയിലേക്ക് ഒരു പുനരുദ്ധാരണം വരുമ്പോൾ അതിനു വേണ്ടി ഈ നാട്ടിലിറങ്ങി പൈസ പിരിക്കേണ്ട ആൾക്കാരാണ് ഇപ്പുറത്തിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഭഗവതി ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആത്യന്തികമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ഭഗവതിയാണെന്ന് മാത്രം പറയാതെ ഈ അമ്മയാണ് നമ്മളെയൊക്കെ രക്ഷിക്കാൻ ചുമതലപ്പെട്ടവൾ, ഇവളാണ് നിനക്ക് എല്ലാ കാലത്തും ഉണ്ടാവുക, നിനക്ക് എന്ത് ആപത്ത് വന്നാലും ഇവിടെ വന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം ചെറുപ്പത്തിലേക്ക് കൊടുക്കുക. കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ വിശ്വാസം ഉറപ്പുണ്ടാക്കി കൊടുക്കുക. എന്ത് ഏതൊരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും ഈ ഭഗവതിനെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസം മാറും എന്നുള്ള ഉറപ്പ് ആ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അമ്മ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കും, ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തല കുനിച്ച് നിൽക്കേണ്ടി വരും. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മണ്ണാർക്കാട് ഇപ്പൊ എന്റെ നാടാണല്ലോ, ബാക്കിയുള്ള സ്ഥലത്ത് പോകുമ്പോഴേ പറയുള്ളൂ എന്റെ നാടായ മണ്ണാർക്കാട് കൊണ്ട് തുടങ്ങുക. ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല. ശ്രീകൃഷ്ണപുരം ഇവിടെ അധികം ദൂരില്ല. ശ്രീകൃഷ്ണപുരത്ത് സെന്റ് ഡൊമിനിക്സ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊരു സ്കൂളുണ്ട്, ഇപ്പോഴും ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടുത്തെ അല്ല ഞാൻ പറയുന്നത്, ശ്രീകൃഷ്ണപുരത്ത്. ശ്രീകൃഷ്ണപുരത്ത് സെന്റ് ഡൊമിനിക്സ് സ്കൂളില് നന്ദന എന്ന് പറയുന്ന ഒരു കുട്ടി പഠിച്ചിരുന്നു. നന്ദു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 14 വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അതിന്റെ ക്ലാസ് ടീച്ചർ ഒരു കത്ത് എഴുതി വാങ്ങി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ സമയത്ത്. നിങ്ങളൊക്കെ വാർത്തയൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ TV ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓർമ്മ ഉണ്ടാവും ഞാൻ ഈ പറയുന്ന സംഭവം. എന്താ എഴുതി വാങ്ങിയത്? അടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ നിന്ന് നിന്നെ 8ാം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഇരുത്തും. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അല്ലാണ്ട് അതിന്റെ പുറകിലെ ക്ലാസ്സിൽ പോവാന്ന് പറഞ്ഞ ഏർപ്പാട് ഇല്ല. പക്ഷെ ഈ കുട്ടിയുടെ നിന്ന് 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അതിന്റെ സ്വന്തം അധ്യാപിക എഴുതി വാങ്ങിയതാണ്, നിനക്ക് മാർക്ക് കുറഞ്ഞാൽ നീ അടുത്ത വർഷം നിന്റെ കൂട്ടുകാരൊക്കെ 10ാം ക്ലാസ്സിൽ പോകുമ്പോൾ നീ 9ാം ക്ലാസ്സിലും ഉണ്ടാവില്ല, നീ 8ാം ക്ലാസ്സിലായിരിക്കും. ഒരു 14 വയസ്സുള്ള കുട്ടി ഇത് കേൾക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ അച്ഛൻ ചിലപ്പോൾ കൂലിപ്പണി എടുത്താൽ അതിനെ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ മനസ്സിൽ വരുന്ന ചിന്ത ആദ്യം എന്താ? എന്റെ അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ല് ചുമന്ന് കല്ല് വെട്ടി വിറക് വെട്ടി ഹോട്ടൽ പണിക്ക് പോയി എനിക്ക് ഉണ്ടാക്കി തരുന്ന പൈസയും കൊണ്ട് ഞാൻ പഠിച്ചത് ഈ 9ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ പോയിരിക്കാനാണോ? തോന്നില്ലേ? തോന്നും. എന്റെ അമ്മ രാവിലെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് എണീറ്റ് രാവിലെ 5 മണിക്ക് തുടങ്ങി എനിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തന്ന്, എന്റെ യൂണിഫോം തിരുമ്പിയിട്ട് എനിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തന്ന്, എനിക്ക് കുളിപ്പിച്ച് മേക്കപ്പ് ചെയ്ത് തന്ന് എന്നെ ഇങ്ങനെ കെട്ടി ഒരുക്കി വിടുന്നത് ഈ 9ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ പോകാനാണോ എന്ന് തോന്നില്ലേ? തോന്നും. കാരണം 14 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു 30 വയസ്സുള്ള ആളുടെയോ ഒരു 25 വയസ്സുള്ള ആളുടെയോ മനസ്സല്ല, അതിനേക്കാൾ പ്രക്ഷുബ്ധാണ്. ടീനേജ് എന്നാ പറയാ, 14. ടീനേജിലുള്ള ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുന്ന വികാര വിചാരങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ കൂടുതൽ സ്ത്രീകളാണ്, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാവും. ഈവൻ ആ കുട്ടി ഒരു മെൻസ്ട്രൽ പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്, നമുക്കറിയില്ല. ആ സമയത്ത് ഉണ്ടാവുന്ന ചിന്തകൾക്ക് അതിന്റെ പകുതി ഇരട്ടി തീവ്രതയായിരിക്കും. ഇപ്പൊ സ്വന്തം ക്ലാസ് ടീച്ചർ ഇങ്ങനെ ഒരു സാധനം ഒപ്പിട്ട് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്താണ്? വൈകുന്നേരം ആ കുട്ടി പഠിപ്പിച്ച പാഠങ്ങളൊന്നും കേട്ടില്ല, അവിടെ കിടന്നു എന്നാണ് അതിന്റെ സഹപാഠികൾ പറയുന്നത്. അത് കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ കയറിയ സമയത്ത് അതിന്റെ കുട്ടികൾ പറയുന്നുണ്ട്, ഈ കുട്ടി പുറത്തേക്ക് തല ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് വണ്ടിയുടെ ഉള്ളിൽ കിടന്നു അത്ര കുറെ നേരം. വീട്ടിലെത്തിയ സമയത്ത് അതിന്റെ ഒരു കൂടപ്പുറപ്പ് ഇപ്പൊ ജനിച്ചൊരു ചെറിയ കുട്ടിയുണ്ട്.
ഒരു കൂടപ്പറപ്പ്. അതിനെ കെട്ടിപ്പിടിച്ചിട്ട് കുറെ കരഞ്ഞു, അതിന് കുറെ ഉമ്മ കൊടുത്തു, അതിനെ കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് അങ്ങനെ മുറിക്ക് കയറിപ്പോയി. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ആരാണ് ട്യൂഷൻ എടുക്കാൻ വരണത്. 5-5:30 ആയപ്പോ അമ്മ വന്നു. നന്ദുവിനെ കാണാനില്ല. മുറി പൂട്ടിയതായിട്ട് കണ്ടു. കുത്തി തുറന്നു നോക്കിയപ്പോ എന്താണ് കണ്ടതെന്ന് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ട് ആ ഒരു പ്രശ്നത്തിൽ ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇടപെട്ടു? ഇവർക്ക് നീതി വേണമെന്ന് പറഞ്ഞു, നന്ദുവിന് നീതി വേണമെന്ന് പറയുന്നു, സ്കൂളിനെതിരെ നടപടി ഉണ്ടാവണമെന്ന് പറയുന്നു. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോകുന്ന കാര്യങ്ങൾ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയുടെ നാട്ടുകാർക്കും ആ കുട്ടിയുടെ നാട്ടിലുള്ള അമ്പലത്തിലുള്ള ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല, മോളെ നിനക്കൊരു വിഷമം വന്നാൽ നീ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുക, ആ പ്രശ്നം മാറുന്നു? ഈ ഒരു ഉറപ്പ് ചെറുപ്പകാലം മുതൽ കിട്ടിയ ഒരു കുട്ടിയായിരുന്നെങ്കിൽ അവൾ പോയി തൂങ്ങുമോ? പറയൂ, തൂങ്ങും അമ്മേ? ഇല്ല. അപ്പൊ ഈ ഉറപ്പുണ്ടാക്കി കൊടുക്കുക ഈ കുട്ടികൾക്ക് എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുള്ള ഒന്നാമത്തെ ചുവടാണ് നാമജപം. അതിന് നിങ്ങൾക്ക് സൗന്ദര്യലഹരി അറിയില്ലെങ്കിലും, ശ്യാമളാ ദണ്ഡക അറിയില്ലെങ്കിലും, ലളിതാ സഹസ്രനാമം അറിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 100 തവണ അതിന്റെ അകത്തേക്ക് നോക്കിയിട്ട് അമ്മേ അമ്മേന്ന് വിളിക്കാൻ പറയും കുട്ടികളോട്. അത് മതി. നാരായണ എന്ന് കൂടി ഞാൻ പറയുന്നുണ്ട്. ഇവിടെ വരിക, അകത്തേക്ക് നോക്കുക, അമ്മേന്ന് ഉറക്കം വിളിച്ചുകൊണ്ടേയിരിക്കുക. അത് മതി, അത് ധാരാളമാണ്. മോർ ദാൻ ഇനഫ്. ആത്യന്തികമായിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് ദേവി എന്നെ രക്ഷിക്കണേ എന്ന് കേൾക്കുന്നതിനേക്കാൾ ഭഗവതി ആഗ്രഹിക്കുന്നത് അമ്മേ എന്നുള്ള വിളി കേൾക്കാനാണ്. കാരണം ആത്യന്തികമായിട്ട് ഈ പ്രദേശത്ത് ഈ ശ്രീകോവിൽ ഇരിക്കുന്ന ദേവി എന്ന് പറയുന്നത് ദേവി മാത്രമല്ല, ഈ നാടിന്റെ അമ്മയുടെ സ്ഥാനമാണ് ഈ ഭഗവതിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലൊരു അംഗം, നിങ്ങളുടെ ഒരു മുത്തശ്ശി, ഇപ്പൊ പാലക്കാട് ഭാഗത്തൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ മുത്തശ്ശിനെ വിളിക്കുന്നില്ല, മുത്തിനെ വിളിക്കുക പാലക്കാട് ഭഗവതി. മറ്റൊരു സമ്പ്രദായത്തിൽ ഇപ്പൊ നിങ്ങൾ അങ്കമാലിക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇവിടുന്ന് എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരു ധർമ്മ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവിടെയും മുത്തിയാണ്. മാതാവിനെ മുത്തി എന്ന് വിളിക്കുക, കുരട്ടി മുത്തി എന്നൊക്കെ. അപ്പൊ മുത്തിയമ്മയായിട്ട്, മുത്തശ്ശിയായിട്ടും അമ്മയായിട്ടും സഹോദരിയായിട്ടും കൂട്ടുകാരിയായിട്ടും ഒക്കെ ഉള്ള ഒരാളായിട്ട് നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ഭഗവതിയെ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു സമർപ്പണം, ഒരു പായസം ഇവിടെ ഭഗവതിയെ കൊടുക്കണം എന്ന് തോന്നി വിചാരിക്കുക. പിറന്നാളായിട്ട് ഒരു കുട്ടിയുടെ നിങ്ങൾക്ക് 2 രീതി ചിന്തിക്കാം. ഒന്നെങ്ങനെയാ? ഒന്ന്, ഇവിടെ ഇരിക്കുന്നത് ഭഗവതിയാണ്, ദേവിയാണ്. ദേവിയാണ് എല്ലാ ഐശ്വര്യങ്ങളുടെയും നാഥ. അമ്മയ്ക്ക് ഒരു ഐശ്വര്യത്തിന്റെയും കുറവില്ല. അമ്മയാണ് എല്ലാ ധനത്തിന്റെയും ഉടമസ്ഥ. ഈ പ്രപഞ്ചം മുഴുവൻ അമ്മയുടെ ഉടമസ്ഥയിലുള്ളതാണ്. ഈ കാണാവുന്ന വസ്തുക്കൾ മുഴുവൻ അമ്മയാണ്. അമ്മ ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങളും അമ്മയുടെ മുമ്പിലെത്തും. അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് എൻ്റെ ഒരു പായസം കിട്ടിയിട്ട് എന്തുണ്ടാവാനാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ആവാം, ഇങ്ങനെയും ചിന്തിക്കാം. 2, എൻ്റെ വീട്ടിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലത്തെ അമ്മയ്ക്ക് അതിൻ്റെ ഒരു ഭാഗം ഞാൻ കൊടുക്കുന്നു എന്നും ചിന്തിക്കാം. ഇതിലേത് നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ചിരിക്കും അമ്മയ്ക്ക് നിങ്ങളോടുള്ള അപ്രോച്ച്. ലോകത്ത് മുഴുവനുള്ള ഭഗവതിയല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ കൊടുത്തിട്ട് വേണമെന്നുള്ള ചിന്തയാണെങ്കിൽ ലോകത്ത് മുഴുവനുള്ള ചൈതന്യം നിങ്ങളിൽ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോന്ന് അമ്മ പറയും. നേരെ മറിച്ച് അമ്മയായി കണ്ടും ചേച്ചിയായി കണ്ടും സഹോദരിയായി കണ്ടും സ്നേഹിക്കുമ്പോൾ ഈ ബാധ്യതപ്പെട്ട ആളെ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ചിന്തയും ഭഗവതിക്ക് ഉണ്ടാവും. ഇതിലേത് നമ്മൾ തിരഞ്ഞെടുക്കണമെന്നനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ സാർത്ഥകമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ഇവിടത്തെ ഒരു പ്രാധാന്യം കുറച്ച് കാണരുത്. വൃശ്ചികമാസത്തിൽ മാത്രം ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടെ വന്നിങ്ങനെ ഇരുന്നാൽ പോരാ. നമ്മൾ അമ്പലത്തിൽ പോവാൻ നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട കേട്ടോ. ഭഗവതി ഒരിക്കലും പറഞ്ഞിട്ടില്ല ചൊവ്വയും വെള്ളിയും മാത്രം വന്നിട്ട് എന്നെ കണ്ടാൽ മതി. നമ്മളാണ് ദൈവങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടായി കൊടുത്തത്. തിങ്കളാഴ്ച ശിവൻ, ചൊവ്വാഴ്ച ഭഗവതി, ബുധനാഴ്ച ശാസ്താവ്, വ്യാഴാഴ്ച കൃഷ്ണൻ, വെള്ളിയാഴ്ച വീണ്ടും ഭഗവതി, ശനിയാഴ്ച വീണ്ടും ശാസ്താവ്. അവനവന്റെ നാട്ടിലെ അമ്പലത്തിൽ പോവാൻ എന്ത് നോക്കേണ്ട ആവശ്യമില്ല. നാളും പക്കവും തീയതി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും പോകാൻ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും പോവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളിപ്പോ ഇവിടെ വന്ന് ജനിച്ചു, ഇവിടെ ഭഗവതിയെ കാണാനുള്ള അവസരം നമുക്കുണ്ട്. നമ്മൾ എല്ലാ ദിവസവും വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇതേ നിങ്ങൾ ഗുരുവായൂരാണ് ജനിച്ചതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ID കാർഡിൽ, നിങ്ങളുടെ ആധാർ കാർഡിൽ ഗുരുവായൂർ അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
പ്രാദേശികം ക്യൂ വഴി ഗുരുവായൂരപ്പനെ തിരക്കില്ലാതെ കയറി തൊഴാനുള്ള അവസരം ഉണ്ടാവും? ഇപ്പോഴത്തെ നിങ്ങളുടെ മെന്റാലിറ്റി അനുസരിച്ച് പറയും, നിങ്ങൾ എല്ലാ ദിവസവും പോകില്ലേ? നേരത്തെ പോകും, കാരണം എല്ലാ ദിവസവും പോയി കാണാമല്ലോ. അതുകൊണ്ട് എന്താ ഇവിടെ മാത്രം എന്തുകൊണ്ട് എല്ലാ ദിവസവും പോവണ്ടെന്നും ഗുരുവായൂർ മാത്രം പോയാൽ മതി എന്നുള്ളൊരു ധാരണ വരുന്നത് എന്താ? അവനവന്റെ നാട്ടിലെ അമ്പലത്തിനോട് വേണ്ടത്ര ബഹുമാനം നമുക്ക് തോന്നാത്തോണ്ടാ. നേദ്യങ്ങളുടെ വലുപ്പത്തിലോ ആഭരണങ്ങളുടെ വലുപ്പത്തിലോ അവിടെയുള്ള തിരക്കിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും അല്ല ഒരു ക്ഷേത്രം മഹത്തരമാവുന്നത്. ആ ക്ഷേത്രത്തെ ആ നാട്ടുകാര് എങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നു അനുസരിച്ചിട്ടുണ്ടാവുന്ന തേജസ്സിനനുസരിച്ചാണ്. എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഇത്ര തേജസ്? അവിടെ വരുന്ന ആളുകൾ കൊടുക്കുന്ന ആ ഭഗവാനിലേക്ക് കൊടുക്കുന്ന ആ ഒരു എനർജി, ഭഗവാനിൽ ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ നമ്മളിന്ന് ഭഗവാൻ അങ്ങനെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഉത്സവ സമയത്ത് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്? ഉത്സവം നടത്തണമെന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? കുറെ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി നാമജപത്തിലൂടെ, വഴിപാടുകളിലൂടെ, പൂജാതി ക്രിയകളിലൂടെ ഒക്കെ സമൂഹമായിട്ട് കൂട്ടം ചേർന്ന് ആരാധിക്കുമ്പോൾ കിട്ടുന്ന അതിൽ നിന്നുണ്ടാവുന്ന ഊർജത്തിന്റെ പ്രസരണം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്തതിനേക്കാൾ കൂടുതലാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ ധർമ്മത്തിൽപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുന്ന രീതി കുറെ കാലം മുമ്പ് വരെയൊക്കെ വളരെയധികം കുറവായിരുന്നു. നമുക്കൊരു വെള്ളിയാഴ്ച ഇല്ലല്ലോ, നമുക്കൊരു ഞായറാഴ്ച ഇല്ലല്ലോ എന്നൊക്കെ പല ആൾക്കാരും പരാതി പറയുന്നത് കേൾക്കാം. പള്ളിയിൽ പോകാനും കുർബാന കൂടാനും നമ്മളാണ് ഉണ്ടാക്കേണ്ടത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ. പരാതി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഈ ഒരു ദിവസം ആഴ്ചയിൽ ഞാൻ സകുടുംബം ക്ഷേത്രത്തിൽ പോയി ദേവിയെ കണ്ട് എന്നാലാവുന്ന വിധം വഴിപാടുകൾ കഴിച്ച് സന്തോഷത്തോടു കൂടി അല്പനേരം അവിടെ നിന്ന് നാമമൊക്കെ ജപിച്ച് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങി വീട്ടിലേക്ക് പോരും. ഇങ്ങനെ ചെയ്യാതെ നമുക്ക് തോന്നുംപടി ജീവിച്ച് നമ്മുടെ അനുസരിച്ചിട്ടുള്ള ടേസ്റ്റുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിത രീതി കൊണ്ടുപോയി ജീവിതത്തിൽ ഒരു അപകടം, ഒരു പ്രയാസം വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് ഓടി വന്ന് അമ്മയെ നീ ഇത് കാണുന്നില്ല എന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കേട്ടോ. അമ്മയ്ക്ക് നിങ്ങളെ രക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട് നിങ്ങൾക്ക് കൂടെ തോന്നണം. അകത്തേക്ക് കയറി വരുന്ന സമയത്ത് എൻ്റെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്, ആ അമ്മയ്ക്ക് എന്നെ അറിയാം, എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കേണ്ട ബാധ്യത അമ്മയ്ക്ക് ഉണ്ട്, ഇത്രയും നാൾ ഞാൻ അമ്മയെ നന്നായി നോക്കിയിട്ടുണ്ട്, എന്നെ നോക്കേണ്ട ബാധ്യത അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു ബാധ്യതയുടെ ലിസ്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ആ ഒരു കണക്കെടുപ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഈ ഇത്രയും നാളെ ഞാൻ വന്നില്ലല്ലോ, ഈ ഒരു പ്രയാസം ഉണ്ടായപ്പോഴല്ലേ എനിക്ക് അമ്മയുടെ അടുത്തേക്ക് വരാൻ പറ്റിയുള്ളൂ എന്നുള്ള തോന്നലും ഉണ്ടാവും. പക്ഷെ പ്രശ്നമൊന്നുമില്ല, ഇത്രയും നാൾ വന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി വന്നു കഴിഞ്ഞാൽ അമ്മ സഹായിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാവില്ല, ഇത്രയും നാൾ എന്റെ ഈ പ്രശ്നമൊക്കെ തീർത്തുന്ന ഈ ഭഗവതിയെ ഞാൻ വേണ്ട പോലെ നോക്കിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ഈ ഭഗവതിക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സമ്മാനം എന്ന് പറയുന്നത്, ഈ ഭഗവതിക്ക് കൊടുക്കാവുന്ന ഏറ്റവും രുചിയുള്ള പായസം എന്ന് പറയുന്നത്, ഈ ഭഗവതിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നിറമുള്ള പട്ടുവസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ്. അവരെ ഇവിടെ കൊണ്ടുവന്ന് ശീലിപ്പിക്കുക തന്നെ വേണം. അവർക്ക് ആരാണ് ഈ ഭഗവതി എന്നുള്ള മഹത്വം മനസ്സിലാവണം. നന്ദൂരുണ്ടായ അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വരരുത്. നമ്മുടെ വീട്ടിലൊരു കുട്ടി അങ്ങനെ കടുങ്കൈ ചെയ്തിട്ട് നിങ്ങൾ കരഞ്ഞ് ആർത്ത് നെഞ്ചത്തടിച്ച് ഇവിടെ ഭഗവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ ഇത്രയും നാൾ നിന്നെ നോക്കിയതിന് എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോ അമ്മ നമ്മളോട് തിരിച്ചു ചോദിക്കും, നിന്റെ മകനെ നീ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? നിന്റെ മകൻ ആരാണ് ഞാനെന്ന് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവൻ തോന്നിയ വഴി കൂടെ സഞ്ചരിക്കുമ്പോൾ നിനക്ക് ഒരു ദിവസമെങ്കിലും എന്റെ നാട്ടിൽ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവന് നിനക്ക് എന്നെ കാണിച്ചു കൊടുക്കാറില്ലേ? ഈ അമ്മ നിനക്കുണ്ടെന്ന് പറയാറുന്നില്ല, നീ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ തല താഴ്ത്തി നിന്ന് ആ കരച്ചിൽ തുടച്ച് പോകേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, കുട്ടികളെ കൊണ്ടുവരും. ഈ അമ്മ ആരാണെന്ന് അറിഞ്ഞ് അവർ വളരട്ടെ. അങ്ങനെ വളർന്ന ഒരു കുട്ടിയും, ഞാൻ ഭഗവതിയുടെ മുമ്പിൽ ഇരുന്നാ പറയണത്, ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഏത് ഹുക്കിലാണ് ഷോളോ മുണ്ടോ കുരുക്കേണ്ടതെന്ന് ആലോചിക്കില്ല. കാരണം അവൻ ആത്യന്തികമായിട്ടുള്ള ബോധ്യമുണ്ട്, ഇതിന്ന് രക്ഷപ്പെടാനും എൻ്റെ അമ്മ വിചാരിച്ചാൽ സാധിക്കും. ഞാൻ കോഴിക്കോട് അവിടെ ഒരു ചേളന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഭഗവതി അല്ല അവിടെ പ്രധാനപ്പെട്ട ദേവത, വേട്ടക്കൊരു മകനാണ്. അവിടെ ഞങ്ങൾ പ്രഭാഷണത്തിന് വേണ്ടി പോയി. അവിടെ പ്രഭാഷണത്തിന് പോയ സമയത്ത് ഭഗവാനെയൊക്കെ തൊഴുതു. അത് കഴിഞ്ഞ് ഭഗവതിയുടെ ശ്രീകോവിലിന്റെ അടുത്ത് പോയ സമയത്ത് ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ ശ്രീകോവിൽ ഭയങ്കര ഹൈറ്റിലാണ്, അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ മുമ്പിൽ കയറി നിന്നാലും നിങ്ങൾക്ക് ഇവിടെ നിന്നാ കാണാം ഭഗവതി അല്ലെ. ഈ ശ്രീകോവിൽ വളരെ താഴ്ന്നിട്ടാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ അയ്യപ്പസ്വാമിയുടെ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ താഴ്ന്നാളാണ്. ഒരാൾ അതിന്റെ മുമ്പിൽ നട അടച്ചു നിന്ന് കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ഒരാൾക്കും കാണാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ പോയ സമയത്ത് ഒരു 90 വയസ്സ് പ്രായം, 90ന്റെ മുകളിലുണ്ടെങ്കിലേ ഉള്ളൂ.
അത്രയും പ്രായമായ ഒരു മുത്തശ്ശി ആ ക്ഷേത്രത്തിന്റെ നടയ്ക്ക് നേരെ മുൻപിൽ നിന്നുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 90 വയസ്സിന് മുകളിലുണ്ടെങ്കിലും എത്ര പ്രായമുണ്ട് കണ്ടാ അറിയാം. ഇപ്പൊ ഈ മുത്തശ്ശി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാൾക്ക് പോലും ആ മുത്തശ്ശി ഒന്ന് മാറ്റിയിട്ട് അമ്മേ ഞങ്ങൾക്ക് കാണുന്നില്ല, ഒന്ന് മാറി നിൽക്കുമെന്ന് പറയാൻ തോന്നുന്നില്ല. കാരണം എന്താ, അതിമനോഹരമായിട്ട് ഭഗവതിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശ്ലോകങ്ങളിൽ ഒന്നായിട്ടുള്ള സൗന്ദര്യലഹരിയിൽ ഓരോ ശ്ലോകവും ആ അമ്മ അങ്ങനെ ഉറക്ക ചൊല്ലും. ഒരാൾക്കും ആ പിടിച്ചു മാറ്റാൻ തോന്നില്ല, അത്ര ഗംഭീരമായിട്ടാ ചൊല്ലണേ. എല്ലാ ശ്ലോകമൊന്നുമില്ല, പല ശ്ലോകങ്ങളും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഞാനുണ്ട്, എൻ്റെ കൂടെ വന്ന ആൾക്കാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, നമുക്ക് ആർക്കും തോന്നുന്നില്ല, കാരണം ഇത് കഴിയട്ടെ, അത് മതി. ഇപ്പൊ ഈ അമ്മ ഈ ശ്ലോകം ചൊല്ലുന്നതിന്റെ ഇടയിൽ ഈ അമ്മയ്ക്ക് കുറെ നേരം നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് എന്താണെന്നറിയില്ല, ഇടയ്ക്ക് വീഴാൻ പോകും, പുറകിലേക്ക് ഇങ്ങനെ ചായും. അപ്പൊ അവരുടെ പുറകിൽ നിൽക്കണം, അവരുടെ മകനാണ് തോന്നിക്കണം, ഏതാണ്ട് ഒരു 40 വയസ്സ് 35 വയസ്സ് 40 വയസ്സ് കൂട്ടിക്കോളൂ. ഒരാളിങ്ങനെ പുറകിൽ നിൽക്കുന്നുണ്ട്, ഈ അമ്മ പുറകിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പിടിക്കാനും. ഇതാണ് ജോലി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് ഈ അമ്മ ഏകദേശം ഒരു 3 വട്ടം വീഴാൻ പോയിട്ടുണ്ട് ബാക്കിലേക്ക്. ഓരോ തവണ ഇയാൾ പിടിക്കും. ഇയാളുടെ ജോലി അതാ, മകനാണെന്ന് കണ്ടാൽ നമുക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെ സൗന്ദര്യലഹരിയിൽ അവസാനത്തെ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞ് ഈ അമ്മ, ഇത്രയും നേരം അവശയാണെന്ന് തോന്നിയിരുന്ന അമ്മ, ഇത്രയും നാള് എപ്പോഴാണോ ഞാൻ പുറകിലേക്ക് വീഴാന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന അമ്മ, നിൽക്കാൻ വയ്യാതെ അമ്മ, നമ്മളിപ്പോ ഈ റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ ഈ പട്ടാളക്കാരെ അബൌട്ട് എന്ന് പറയുമ്പോൾ തിരിഞ്ഞിട്ടില്ലേ, അതുപോലെ തിരിഞ്ഞിരുന്നു. ഒറ്റ തിരിയല. ആ ഒറ്റ തിരിയലില് അവിടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ കേൾക്കെ ആ മുത്തശ്ശി അവരുടെ മകനോട് സംസാരിക്കുകയാണ്. നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഓളി ഉണ്ടല്ലോ അല്ലെ, ഒരു ഉറക്കെ പറയേണ്ട ഒരു സ്വാഭാവികമായിട്ടുള്ള ശബ്ദം ഉണ്ടാവും. ഇതല്ല, അവിടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ കേൾക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അമ്മ സ്വന്തം മകനോട് സംസാരിക്കുന്നത്. ആദ്യത്തെ വാചകം എന്താ? എടാന്ന് വിളിച്ച് തുടങ്ങുകയാണ്. എടാന്ന് വിളിച്ച് ആദ്യം പറഞ്ഞത് പ്രായമായ എല്ലാ ആൾക്കാരും പറയുന്ന ഡയലോഗാ. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയാൻ തുടങ്ങിയ സാധനം എന്ത്, ഞാൻ പോവാനായി, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കാര്യത്തിൽ തീരുമാനമാവും, ഞാൻ പോവും. ഇത് കേട്ടപ്പോ നമുക്ക് ആർക്കും പുതിയതായിട്ട് വിശേഷം തോന്നിയില്ല, കാരണം ഇത് എല്ലാരും പറയണതാ. പക്ഷെ അത് കഴിഞ്ഞ ആ അമ്മ ആ ശ്രീകോവിലിനകത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അമ്മയുടെ മകനാണ് നിൽക്കുന്നത് എന്നുള്ള വ്യാജേനെ, മകനോടാണ് പറയണത് എന്നുള്ള വ്യാജേനെ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് മുഴുവൻ കാണിച്ച് പറഞ്ഞു കൊടുത്തു. ശ്രീകോവിലിന്റെ അകത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ പറഞ്ഞേ, ഞാൻ പോയാലും നിനക്ക് അമ്മയെന്ന് വിളിക്കാൻ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ വന്ന് വിളിച്ചോ, നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു. അതായത് നിന്റെ പെറ്റമ്മയായിട്ടുള്ള ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും നിനക്ക് അമ്മ ഇല്ലാണ്ടാവുന്നില്ല, നിനക്കൊരു അമ്മയുണ്ട്. ആര്? അവനവന്റെ നാട്ടിലെ ഭഗവതി. ആ ഭഗവതിയെ കണ്ടു പറഞ്ഞാൽ തീരാവുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. എന്നിട്ടാ പോയത്. ഇത് ഞാൻ എല്ലാ പ്രഭാഷണ വേദികളിലും പറയാറുണ്ട്. കാരണം എന്താ, ആത്യന്തികമായിട്ട് ഈ ബോധ്യം ഉണ്ടാവണം. എന്ത്? അകത്തിരിക്കുന്നത് എന്റെ പെറ്റമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നില്ല, പായസം കൊടുക്കണേന്ന് തോന്നില്ല. കാരണം എന്റെ അമ്മയ്ക്ക് എന്റെ പായസം വേണം, എന്റെ അമ്മയ്ക്ക് എന്റെ വെളിച്ചം വേണം, എന്റെ അമ്മയ്ക്ക് എന്റെ പട്ട് വേണം, എന്റെ അമ്മയ്ക്ക് എന്റെ നെയ്തച്ചോറ് വേണം. കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? മക്കളായിട്ട് നമുക്കുണ്ട്. ഭഗവതിക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ട്? മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. രണ്ടും ഒരേപോലെ വേണം. നിങ്ങൾ ഒരു മണ്ണാർക്കാട്ടേക്ക്, ഞാൻ എല്ലാ വർഷവും ഇവിടെ പറയാറുണ്ട്, അരകുറിശ്ശിക്ക് എന്റെ നാട്ടിൽ പൂരത്തിന് ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്ന സമയത്ത് അവിടെ കൽപ്പനയുണ്ട്. കാണാം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ. എല്ലാവരും വരണ ആൾക്കാരായിരിക്കും അല്ലെ, ഏതൊരു ദിവസത്തിന് വരാറില്ല എല്ലാവരും. വലിയ ആട്ടിന് മാത്രമെങ്കിലും വരുന്ന ആൾക്കാരുണ്ടാവും അറ്റ്ലീസ്റ്റ്. അപ്പൊ ഭഗവതിയുടെ തിടമ്പ് ഏറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ കൽപ്പനയുണ്ട്, വെളിച്ചപ്പാട് പറയും. അപ്പൊ നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാവില്ല, ചെറിയ കുട്ടിയാവുമ്പോ തൊട്ട് ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം എന്താ പറയണത്. അപ്പൊ അതിൽ ഒന്നാമത്തെ വാചകം ഭഗവതിയുടെ വെളിച്ചപ്പാട് വന്ന് പറയുന്ന ഒന്നാമത്തെ വാചകം എന്ന് പറയുന്നത് എന്റെ പൊന്നുമക്കൾ ഒട്ടും വ്യാകുലപ്പെട്ടു പോണ്ടാന്ന്. ഒന്നാമത്തെ വാക്ക്, എന്റെ പൊന്നുമക്കൾ ഒട്ടും വ്യാകുലപ്പെട്ടു പോണ്ട. നോക്കൂ, ഭഗവതി പുറത്തേക്ക് ഇറങ്ങി വന്ന് തന്നെ കാത്തു നിൽക്കുന്ന തന്റെ ഭക്തരായിട്ടുള്ള ആൾക്കാരോട് എന്റെ ഭക്തരെ നിങ്ങൾ പേടിക്കണ്ടെന്നല്ല പറഞ്ഞത്, എന്റെ മക്കളെന്നും കൂടെ അല്ല വിളിച്ചത്. അതിന്റെ മുമ്പ് ഭഗവതിയുടെ ആ സ്നേഹം കൊണ്ട് ഭഗവതി എന്റെ പൊന്നുമക്കളെന്നാ വിളിച്ചത്. അങ്ങനെ ഒരു ഭഗവതി നമ്മളെ കാണുമ്പോ
ആ ഭഗവതിയെ ദേവിയായിട്ട് മാത്രം കണ്ടുകൊണ്ട് ദേവിക്കുള്ളതൊക്കെ ദേവി എന്നെ കൊണ്ടുവന്നോളൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കും? ദേവിക്ക് പൈസ വേണമെങ്കിൽ ദേവി കൊണ്ടുവന്നോളും, ദേവിക്ക് പായസം വേണമെങ്കിൽ ദേവി കൊണ്ടുവന്നോളും, ദേവിക്ക് നെയ്വിളക്ക് വേണമെങ്കിൽ ദേവി കൊണ്ടുവന്നോളും. അല്ല, നമ്മുടെ അമ്മയാണത്. ആ അമ്മയ്ക്ക് പായസം കൊടുക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തം, ആ അമ്മയ്ക്ക് ദീപം തെളിയിച്ചു കൊടുക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തം. അവനവന്റെ നാട്ടിലെ ദേശത്തെ ക്ഷേത്രത്തെ നോക്കുക എന്നുള്ളത് പരമമായിട്ടുള്ള ഉത്തരവാദിത്തം. അത് ചെയ്യാൻ പഠിക്കുക, വരും തലമുറയിലെ കുട്ടികളെ പഠിപ്പിക്കുക. ഇവരിൽ പല ആളുകൾക്കും ഭഗവതി ആരാണ്, ഗുരുവായൂരപ്പൻ ആരാണെന്ന് ഒന്നും അറിയണ്ടാവില്ല. അവരുടെ കയ്യിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അവർ പുതിയ പലതും പഠിക്കുന്നുണ്ടാവും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, കേട്ട ആൾക്കാർ ക്ഷമിക്കുക, നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 2-3 ദിവസമായി. അപ്പൊ അവിടെ ഈ പ്രഭാഷണത്തിന് പോയ സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗാരോഹണം, ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് പോയത് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഈ ദ്വാരകയൊക്കെ കടലിൽ പോയി, ഭഗവാന്റെ കുടുംബക്കാരൊക്കെ പരസ്പരം തല്ലി മരിച്ചു, ഭഗവാന്റെ ഏട്ടനായിട്ടുള്ള ബലരാമസ്വാമി അനന്തന്റെ രൂപത്തിലേക്ക് പോയി, പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു കാട്ടിൽ പോയി, ആ കാട്ടിൽ പോയി ഇരുന്ന് അവിടെ പോയി ധ്യാനിക്കാൻ തുടങ്ങി. ഒരു കാല് ഭഗവാൻ താഴത്തേക്ക് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവഴി ഒരു നിഷാദൻ, ഒരു കാട്ടാളൻ വന്നു, അയാളുടെ കയ്യിൽ ഒരു അമ്പുണ്ടായിരുന്നു. ഇയാള് ഈ ഭഗവാന്റെ കാല് കണ്ടപ്പോൾ വിചാരിച്ചു മാൻകുട്ടിയാണെന്നോ ഏതോ മൃഗമാണെന്ന് കരുതി ആ കാലിലേക്ക് അമ്പയച്ചു. അങ്ങനെ കാൽമടമ്പിൽ അമ്പ് കൊണ്ടു. അങ്ങനെയാണ് ഭഗവാൻ തന്റെ അവതാരം പൂർത്തിയാക്കുന്നത്. അപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ച സമയത്ത് എന്താ പറഞ്ഞത്? അങ്ങനെ വേടന്റെ അമ്പ് കൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഓർമ്മ കൊടുത്ത ഈ അറ്റത്തിരിക്കുന്ന മോനേക്കാൾ ഒരു 3 വയസ്സ് കൂടുതലുള്ള ഒരു ആൺകുട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ വേടൻ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല ഏട്ടാന്നാണ്. അവർക്ക് വേറൊരു വേടനെ മാത്രമേ അറിയുള്ളായിരുന്നു. നിങ്ങൾ വെറുതെ പറഞ്ഞെന്താക്കാണ്, കൃഷ്ണൻ ഞങ്ങളുടെ വേടനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമ്പോ ഭഗവതി അല്ല അഭയസ്ഥാനം എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഭഗവതി അല്ല അഭയസ്ഥാനം എന്ന് തോന്നുകയാണെങ്കിൽ അവരാദ്യം പോയി അഭയം തേടുക എവിടെയാ? എല്ലാവർക്കും വേണ്ടത് എന്താ? ആശ്വാസം, സുഖം ആണോ അല്ലേ? ആശ്വാസം കിട്ടാനും സുഖം കിട്ടാനും പലതരത്തിലുള്ള മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് കുത്തിവെക്കുന്നത് ഉണ്ടാവും, കാലിൽ മുറി ഉണ്ടാക്കി ഒട്ടിച്ചു വെക്കേണ്ടത് ഉണ്ടാവും, പലതരത്തിലുള്ളതുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഭഗവതി ഇല്ല, എനിക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നോക്കാൻ ആരുമില്ല, എനിക്ക് ആശ്വാസം വേണമെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ പോയി ചെല്ലുന്ന സ്ഥലമാണ് ലഹരി. അത് മദ്യപാനാവാം, മയക്കുമരുന്നാവാം, ഇന്നത്തെ കാലത്ത് പറയുന്ന രാസലഹരി ആവാം, ഏത് വേണമെങ്കിലാവാം. അവിടെ നിന്നാ തുടങ്ങുക. കാരണം എന്താ? അവരെ രക്ഷിക്കാൻ ആരുമില്ല, അവരുടെ പ്രയാസങ്ങൾ പറയാൻ ആരുമില്ല. അവർക്ക് എപ്പോഴും വിഷമം മാത്രമേ ഉള്ളൂ, സുഖം എന്താന്ന് അവർ അറിയുന്നില്ല, അവരെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അപ്പൊ എന്തുണ്ട്? ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ സുഖമുണ്ട്, അപ്പൊ അതിനടിമയാവുന്നു, ആരെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ മണ്ടൻ കണ്ടുപിടുത്തമായിട്ട് കുറെ കാരണവന്മാര് വരും. എന്ത്? ഇവന്റെ ഈ മയക്കുമരുന്നും ഈ കള്ളുകൂട്ടിയൊക്കെ നിർത്താൻ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഇവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? പാവ ഒരു പെൺകുട്ടി എവിടെയോ താമസിക്കുന്നതിന്റെ ജീവിതം കൂടി തീരുമാനാക്കി. നോക്കൂ, ഒരു കുട്ടി, ഒരു ദേശത്ത് വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ആത്യന്തികമായിട്ട് ഭഗവതിയിൽ വിശ്വാസം ഇല്ലാണ്ടാവുമ്പോൾ അവിടെ പ്രശ്നം ഞാൻ പറയുന്നത്. അവനൊരു പ്രശ്നം വരുമ്പോ അവൻ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി അവൻ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നു. ലഹരി ഉപയോഗിച്ച് നാടിന് മുഴുവൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് കുടുംബക്കാർ തീരുമാനിക്കണു കല്യാണം കഴിച്ചു കൊടുത്താൽ നേരെയാവും. കല്യാണം കഴിച്ചു കൊടുത്തിട്ടോ ആ പാവം പെൺകുട്ടിയുടെ ജീവിതം കൂടെ അതിന് കൂടെ തീർന്നു. ഒരു മാറ്റവും ഇല്ല. കാരണം എന്താ? പിന്നെയും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ മാറ്റാൻ ഒരാളെയും കാണുന്നില്ല. പിന്നെ ഇത്രയും നാൾ നാട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പൊ ഭാര്യയ്ക്ക് പുതിയതായിട്ട് ഏതോ നാട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെ സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് കൂടി അടിയും കുത്തും കൊള്ളാനുള്ള സമയമായി. അതും കുറെ കാലം പോകും. പിന്നെ തോന്നും എന്ത്? ഇപ്പൊ കുടിക്കുന്ന സാധനങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ 5-6 മണിക്കൂറേ ബോധം പോകുന്നുള്ളൂ. വേറെ നാട്ടിൽ വേറെ ചില മരുന്നുകളുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ 42 മണിക്കൂറൊന്നും ബോധം ഉണ്ടാവില്ല. അത് പോയി കുടിക്കാം. കാരണം എന്താ? അത്ര പോലും വിഷമം താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല മനസ്സിന്. അങ്ങനെ അത് പോയി കുടിക്കും. ഇങ്ങനെ കുടിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും വീട്ടുകാരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കിപ്പിച്ചും പാവം താലി കെട്ടിയ പെൺകുട്ടിയുടെ കണ്ണുനീര് വീഴ്ത്തിയും ഇങ്ങനെ കുറെ കാലം പോകും. പിന്നെ മനസ്സിലാവും ഈ 42 മണിക്കൂറും 24 മണിക്കൂർ കൊണ്ട് ഒന്നും എന്റെ പ്രശ്നം തീരില്ല, എനിക്ക് ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ കയർ വാങ്ങാൻ പോകും.
ഈ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെ നമ്മളായിട്ട് കൊണ്ടുപോയി തള്ളി വിടുകയാണെന്ന് മനസ്സിലാക്കൂ. എന്തുകൊണ്ട്? അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് കുട്ടി വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തവണ പോലും നിർബന്ധിക്കാൻ പറ്റുന്നില്ല കുട്ടിയെ. നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന കുട്ടിയെ നോക്കൂ. ഈ കുട്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ നഴ്സറി കൊണ്ടാക്ക്, 1ാം ക്ലാസ് കൊണ്ടാക്കുന്നത്. നിങ്ങൾ നിർബന്ധിച്ച് കൊണ്ടാക്കിയതാ. എന്താ അമ്പലത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രം പ്രയാസം? കുട്ടി 5 വയസ്സായപ്പോൾ നിങ്ങളോട് പറഞ്ഞോ, അമ്മേ എനിക്ക് സ്കൂളിൽ പോരായി, എന്നെ കൊണ്ടാക്കൂ? ഉണ്ടോ? 1ാം ക്ലാസ്സിൽ ജൂൺ 1-ാം തീയതി കൊണ്ടുപോയിട്ട് തിരിച്ചാക്കി ഇങ്ങോട്ട് വരുന്ന സമയത്ത് കരങ്ങി പിഴിച്ച് ഞാനും വരുന്നുണ്ട് അമ്മയുടെ കൂടെ എന്ന് പറയാൻ വേണ്ടി വാശി പിടിച്ച കുട്ടിയെ നിങ്ങൾ അവിടെ തന്നെ ആക്കി പോരുന്നില്ലേ? അമ്പലത്തിലേക്ക് കുട്ടി വരുന്നില്ല എന്ന് പറയുമ്പോൾ ശരി അവിടെ കളിച്ചെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടാവില്ലയോ? ചെറുപ്പകാലത്ത് ചില ശീലങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതിനനുസരിച്ചിരിക്കും അവന്റെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ അവളുടെ സ്വഭാവ രൂപീകരണം എന്ന് മനസ്സിലാക്കുക. എന്റെ കുട്ടി സ്വതന്ത്രനാണ് എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. ഞാൻ അവരോടല്ല പറയുന്നത്. ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണം എന്ന് കരുതുന്ന മാതാപിതാക്കളോടാണ്. അതിനൊരിക്കലും നിങ്ങൾ തല്ലി പഠിപ്പിച്ചൊന്നും കൊണ്ടേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് നടക്കട അമ്പലത്തേക്ക് തൊട്ട് നാലെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ കുട്ടി വരുന്നൊന്നുണ്ടോ? അവനെ അമ്പലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം അമ്പലത്തിൽ ഉണ്ടാവണം. ഇപ്പൊ ഈ കുട്ടികൾ ഇന്ന് വരാൻ കാരണം നിങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രമൊന്നല്ല, അവർക്ക് ഇങ്ങനെ ഒപ്പിരുന്ന് വർത്തമാനം പറയാം, ഇവിടെ കടന്ന് ഓടിക്കളിക്കാം, ഇത് കഴിഞ്ഞാൽ പായസം കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാവങ്ങൾ. അത് മതി. അതും ഒരു തരത്തിലുള്ള ആകർഷണമാണ്. ചിലയിടത്ത് എന്താ ഉണ്ടാവുക? കഥ പറഞ്ഞു കൊടുക്കണേ കുറെ അമ്മമാരുണ്ടാവും. അപ്പൊ അവർ വന്നിങ്ങനെ കഥ പറയും. ഈ കുട്ടികളോട് നിങ്ങൾ വരൂ, ഞാൻ നിനക്ക് തത്വമസിയുടെ അർത്ഥം പറഞ്ഞാന്ന് പറഞ്ഞ് ഒരു കുട്ടിയും വന്നിരിക്കില്ല. ഞാൻ നിനക്ക് ഭഗവത്ഗീതയെ 4 ശ്ലോകം വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞ ഈ 5 വയസ്സുള്ള കുട്ടി എവിടെ വരും? പകരം കൃഷ്ണൻ പാമ്പിന്റെ മുകളിൽ ഡാൻസ് കളിച്ച കഥ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 4-5 വന്നിരിക്കും, കേൾക്കും, പറയും, കേൾക്കട്ടെ. ഇങ്ങനെ പുതിയ തലമുറയിലുള്ള കുട്ടികളെ നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ആരാധനാലയങ്ങളിൽ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആര് വിചാരിച്ചാലേ നടക്കുള്ളൂ? ഈ ദേശക്കാരായിട്ട് നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. അയ്യോ എനിക്ക് കഥ പറയാനൊന്നും അറിയില്ല വ്യാസൻ, വേണ്ട. എനിക്ക് പാട്ട് പറയാനും അറിയില്ല വ്യാസൻ, വേണ്ട. നിങ്ങൾക്ക് ഒരു കുട്ടിയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി അവനെ കൊണ്ട് നാമം ചൊല്ലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അത് ധാരാളമാണ്. നാമം ചൊല്ലി എന്ത് കിട്ടും അമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നുള്ള വിഡിത്തരൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കും കുട്ടികൾക്ക്. ഈ 5 വയസ്സുള്ള കുട്ടിയോട് നിങ്ങൾ പറയാണ് നീ ഭഗവതിയെ പ്രാർത്ഥിക്കും നിനക്ക് മോക്ഷം കിട്ടുന്ന, അവനെ പിന്നെ പ്രാർത്ഥിക്കുമോ ജീവിതത്തിൽ? അവൻ 5 വയസ്സായിട്ടേ ഉള്ളൂ. 90 വയസ്സായ മുത്തശ്ശി കിട്ടിയിട്ടുണ്ടോ മോക്ഷം? ആ കുട്ടി തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുത്തശ്ശി ഇങ്ങനെ കിടക്കുക കാലങ്ങളായിട്ട്, കുറെ കാലമായിട്ട് ചൊല്ലുന്നുണ്ട്. ജീവിതത്തിൽ വിജയിക്കാനും ജീവിതത്തിൽ വീണു പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ജീവിതം സ്വന്തം പങ്കാളിയോടൊപ്പം കുടുംബത്തോടൊപ്പം ജീവിച്ചു തീർക്കാനും വേണ്ട ശക്തി തരുന്നതാണ് നാമം എന്നാണ് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഭഗവത്ഗീത വായിച്ചിട്ട് അർജുനന് മോക്ഷമല്ല കിട്ടിയത്. ഭഗവാൻ 18 അധ്യായം ഭഗവത്ഗീത കുരുക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്ത ഉടനെ അർജുനൻ ഉടലോടെ സ്വർഗത്തേക്ക് പോയിട്ടില്ല. പകരം എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം കിട്ടി. ഭീഷ്മർ വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നുണ്ട് യുധിഷ്ഠിരന്. അത് കഴിഞ്ഞ ഉടനെ യുധിഷ്ഠിരനെ കൊണ്ടുപോകാൻ സ്വർഗത്തുനിന്ന് ഒരു വിമാനം ഇങ്ങനെ പറന്നിറങ്ങി, യുധിഷ്ഠിര നിനക്ക് മോക്ഷം കിട്ടിയിരിക്കുന്നു, കേറിക്കൊന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും രാജ്യം നന്നായിട്ട് ഭരിക്കാനുള്ള അറിവ് കിട്ടി, ശക്തി കിട്ടി. നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് കിട്ടുന്നത് എന്താ? അവനവൻ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം നല്ല പാതയിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ വിജയിച്ച് ജീവിച്ച് തീർക്കാൻ സാധിക്കും. എന്തുകൊണ്ടാ? ആ നാമം ചൊല്ലുമ്പോ ചൈതന്യം ഉണ്ടാവുന്നുണ്ട്. എവിടെ? ഉള്ളിലിരിക്കുന്ന ഭഗവാന്. ഇതപ്പൊ വൃശ്ചികമാസമാണ്, ഇപ്പൊ അതിന്റെ സീസൺ ആണല്ലോ. എല്ലാവരും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയുന്ന ഡയലോഗാണ് തത്വമസി. എന്റെ ഉള്ളിലാണ് ആ ഭഗവാൻ. ഈ വിഗ്രഹ രൂപത്തിലിരിക്കുന്ന ഭഗവതിക്ക് തേജസ് ഉണ്ടാവാനാണ് ഇവിടെ നേദ്യം കൊടുക്കുന്നത്, ഇവിടെ മന്ത്രങ്ങൾ ചൊല്ലി പുഷ്പാഞ്ജലി ചെയ്യുന്നത്, ഇവിടെ ഉത്സവം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനും തേജസ് ഉണ്ടാവണമെങ്കിൽ ഞാൻ നേദ്യം കൊടുക്കണം, പുഷ്പാഞ്ജലി കൊടുക്കണം, വിളക്ക് കത്തിക്കണം. അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? നാമത്തിന്റെ രൂപത്തിലാണ്. നാമം ചോദിച്ചിട്ടുണ്ടാവും. നാമം മാത്രം മതി. ചില ക്ഷേത്രങ്ങളിലൊന്നും നേദ്യം തന്നെ ഇല്ല, നേദ്യ വസ്തുക്കളെ ഇല്ല, ഒന്നും കഴിക്കില്ല ഭഗവാൻ. പകരം ആൾക്കാർ അവിടെ വന്ന് നാമം ചൊല്ലിയാൽ മതി. അങ്ങനെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ആരാധനാ കേന്ദ്രമുണ്ട് ഗുരുവായൂർ.
നിങ്ങൾ ഗുരുവായൂരപ്പനെ മാത്രം തൊഴുത് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ആ കുളത്തിന്റെ വലതുഭാഗത്തായിട്ട്, ഞാനിത് ഇവിടെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, കുളത്തിന്റെ വലതുഭാഗത്തായിട്ട് നാരായണാലയം എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഗുരുവായൂർ പോകുന്നവർ അല്ലെങ്കിൽ ഇനി അവിടെ പോവാ, പോയിട്ടുണ്ട്? ഇതുവരെ പോയ ആൾക്കാർ എത്ര പേരുണ്ട്? ഗുരുവായൂർ പോയിട്ട് എത്ര ആൾക്കാരെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൈ ബുക്കുകയും ചെയ്യും. നാരായണാലയത്തിൽ പോയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ 3 പേര് ബുക്ക് ചെയ്തത്. നമ്മുടെ വിചാരം എന്താ? ഗുരുവായൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. നാരായണാലയത്തിന്റെ പ്രത്യേകത എന്താ? ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള പൂന്താനം സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന വിഗ്രഹം നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. ഇനി പോകുമ്പോഴെങ്കിലും പോയി കാണാം. ഏതൊരു ഭഗവാനെയാണോ ഉണ്ണി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ പൂന്താനം എന്ന് ഗുരുവായൂരപ്പൻ വിളി കേട്ടിരുന്നത്? ആ പൂന്താനം സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന മുരളീധര വിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് നാരായണാലയം. കയറി ചെല്ലുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ആ വിഗ്രഹം കാണാം. വിളക്കൊക്കെ കത്തിച്ച് ആലവട്ടൊക്കെ വെച്ച് ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ടാവും. പ്രതിഷ്ഠ കഴിഞ്ഞ പോലെ തന്നെ ഒരു ക്ഷേത്രം പോലെ തന്നെയാണ്. ആഞ്ഞം മാധവൻ നമ്പൂതിരി ഭഗവാന്റെ ഏറ്റവും പരമഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കുള്ള ഒരു സ്ഥലമാണത് നാരായണാലയം, തിരുനാമാചാര്യം. ആ അമ്പലത്തിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഭഗവാന് 3 നേരവും നേദ്യമില്ല, പായസവും ഇല്ല, വെണ്ണയില്ല, കദളിപ്പഴമില്ല, ഒന്നുമില്ല, ചോറുമില്ല. ഇനിയിപ്പോ ചോറ് വെണ്ണയൊക്കെ ഉണ്ടോന്ന് വിചാരിക്കണ്ട, ഒന്നുമില്ല. പകരം എന്താ? രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കുറെ അമ്മമാർ അവിടെ വന്ന് ഉറക്കം നാമം ജപിക്കും. അതാണ് ഭഗവാനുള്ള ഭക്ഷണം. രാവിലെ 8 മണി ഒരു ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ഒരു നാമജപം, ഊണ് കഴിക്കുന്ന സമയത്ത് ഒരു നാമജപം, രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു നാമജപം. ആ നാമജപത്തിൽ നിന്ന് കിട്ടുന്ന ചൈതന്യ അവിടെ ഉള്ള ഗുരുവായൂരപ്പൻ സ്വീകരിക്കുന്നത് നാരായണാലയത്തിൽ. അപ്പൊ നമുക്കും നമ്മുടെ ഉള്ളിലുള്ള ഭഗവാന് കൊടുക്കാവുന്ന ബോൺവിറ്റയും ബൂസ്റ്റൊക്കെ എന്താണ്? നാമാണ്. അതിനിപ്പോ വ്യാസൻ ഞങ്ങൾക്ക് മറ്റേ ലളിതാ സഹസ്രനാമം ഒന്നും വഴങ്ങില്ല, വിഷ്ണു വഷത്കാരൊന്നും പറയാൻ അറിയില്ല, വേണ്ട, നിങ്ങളുടെ വായിൽ 2 അക്ഷരം വന്നാൽ മതി. ഇത് രാമ എന്നുള്ള അക്ഷരങ്ങൾ വരില്ലേ, കൃഷ്ണ എന്നുള്ള അക്ഷരം വരില്ലേ, പോരെ. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇനിയിപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആ നാമം ജപിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മേ നാരായണ നിങ്ങൾ ജപിക്കുന്നില്ലേ? ഏതെങ്കിലും ഒന്ന്. എന്ത് ജപിക്കുന്നു എന്നുള്ളതല്ല, എന്ത് മനോഭാവത്തോടു കൂടി ജപിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളൻ, നോക്കൂ, നാമം ചൊല്ലാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് വിചാരിക്കുക. ഇപ്പൊ നാമം ചൊല്ലിയിട്ടൊക്കെ എന്ത് കിട്ടാന്, നാമം ഒന്നും ചൊല്ലേണ്ട ആവശ്യമൊന്നും ഇല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയധികം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ത്? പാപം. നാമം ചൊല്ലാൻ തോന്നുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ കൊണ്ട് നാമം ചൊല്ലിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പൂർവ്വകർമ്മങ്ങൾ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. കാരണം എന്താ? നാമം ചൊല്ലിയാൽ കുറയും. മനസ്സെന്ത് പറയും? കുറയണ്ട, ഇനിയും കൂടട്ടെ. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ ഇത്രയും നാള് നാട്ടുകാരെ കൊന്ന് അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്ത് സ്വന്തം കുടുംബത്തെ നോക്കിയിട്ടുള്ള പാപഭാരം കൊണ്ട് അദ്ദേഹത്തിന്റെ വായിൽ 2 അക്ഷരം വന്നില്ല. എന്ത്? രാമ 3 അക്ഷരം. നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ രാമ എന്ന് പറയാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. എന്തുകൊണ്ട്? അത്രയധികം പാപം ചെയ്തോണ്ട്. എന്നാലും നോക്കൂ, എന്ത് മനസ്സോടുകൂടി ജപിക്കുന്നു എന്നുള്ളതാണ് താല്പര്യം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും ആ മരം ഈ മരം എന്ന് ജപിച്ചു അല്ലെ. ചില ആൾക്കാർ പറയും മരാ എന്ന് ജപിച്ചു. രാമാന്ന് വാങ്ങുന്നില്ല. കാരണം എന്തുകൊണ്ടാ? ചെയ്തു കൂട്ടിയ പാപങ്ങൾ ആ നാമം ഉച്ചരിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയോ ഏതെങ്കിലും ഒരു ചേച്ചിയോ ഏതെങ്കിലും ഒരു ചേട്ടനോ ഞാനോ നാമം ജപിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്തു കൂട്ടിയ പാപം നമ്മളെ നാമം ഉരുവിടുന്നതിൽ നിന്ന് പുറകിലേക്ക് പിടിച്ചു വലിക്കുന്നു. പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പാണ് എന്ത്? ആ പിടിക്ക് നിന്ന് കൊടുക്കണോ അതോ നിന്ന് പുറത്തേക്ക് വരണോ? പുറത്തേക്ക് വരണം എന്നാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പിടിക്ക് നിന്ന് കൊടുക്കാതെ ഉറക്കെ നാമം ജപിക്കുക. നാണം കൈവിട്ട് കൈകൂപ്പി സ്തുതിപ്പിൻ എല്ലാവരും എന്നാണ് പൂന്താനം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വന്ന് ജപിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ജപിക്കുക. ഒരു പാവം ചേച്ചി അവിടെ നിന്ന് കരയുന്നുണ്ട്, നിങ്ങളൊന്ന് നാരായണ ഉറക്കത്തൊള്ളിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാവം അതിന് ബുദ്ധിമുട്ടാവും. അമ്പലം എല്ലാവരുടെയും കൂടിയാണ്, ആ ബോധ്യം ഉണ്ടാവുന്നത്. പക്ഷെ ഉറക്കം എല്ലാവരും കൂടെ നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഉറക്കം നാമം ജപിക്കുക. ഞാൻ ഇത് വീണ്ടും പറയുന്നത്, ഞാനിവിടെ വൃശ്യമാസം അല്ലാണ്ട് അവിടെ വന്നിട്ടില്ല, എനിക്ക് അറിയില്ല ഇവിടുത്തെ എങ്ങനെയാണ് രീതിയിൽ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത്, കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ലത്. അത് ഇനിയും കൂട്ടുമെന്നാണ് ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ഈ പറയണ എനിക്കുണ്ട് പ്രയാസങ്ങൾ. നാമം ചൊല്ലാനൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഉറക്കൊന്നും ചൊല്ലാൻ സാധിക്കില്ല, കാരണം മടിയാണ്. പ്രഭാഷണമൊക്കെ നടത്താൻ ഭയങ്കര എളുപ്പമാണ്.
ചെയ്ത് കാണിക്കാനാണ് ബുദ്ധിമുട്ട്. പറയാൻ ഏറ്റവും എളുപ്പമാണ്. ഈ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരേറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശമാണ്. ഉപദേശമൊന്നും വേണ്ടെന്ന് പറയാം. ഉപദേശിക്കാൻ മാത്രമാണ് നമ്മൾക്ക് ഇന്ന് സമയമുള്ളൂ. നമ്മൾ ചെയ്ത് കാണിച്ചിട്ട് കുട്ടിയോട് ചെയ്യാൻ പറയാന്നുള്ളതാണ്. നിങ്ങൾ ഉറക്കെ നാമം ജപിച്ചിട്ട് വേണം സ്വന്തം കുട്ടിയോട് പറയാൻ എടാ നാമം ചൊല്ലുന്നു. അല്ലാണ്ട് നമ്മൾ സീരിയൽ കണ്ടിട്ട് എടാ നാമം ചൊല്ലുന്നു പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. സ്വന്തം കുട്ടി നാമം ചൊല്ലണമെങ്കിൽ നമ്മളും പുൽപ്പായയിൽ ഇരുന്ന് അവന്റെ ഒപ്പം ഇരുന്ന് ശിവായ, നാരായണായ, അച്യുതായ നമ, ആനന്ദായ നമ, കേശവായ നമ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം ഉണ്ടാവണം ആദ്യം. അപ്പൊ ബിഗ് ബോസ് എന്തായെന്ന് ആലോചിക്കാൻ പാടില്ല. നമുക്കതൊക്കെ സമയമുള്ളൂ. കുട്ടി നാമം ചൊല്ലട്ടെ, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ പറയണ എനിക്കും ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. പാവ ഈ കുട്ടികൾ ഇരിക്കുമ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥ എനിക്കും ഇതിന്റെ ഉള്ളിൽ പെട്ടുപോയി. സ്വന്തം ഞാൻ ഉൾപ്പെടെ ഒരു ആചാരം വന്നപ്പോ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നു വിചാരിക്കുക. ഒരാചാരം വന്ന് പറയാണ് ഉറക്കെ നാമം ചൊല്ലൂ. ഞാൻ നാരായണ എത്ര ചൊല്ലുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ചിലപ്പോൾ കാണാറുണ്ടാകുമായിരിക്കും നന്ദഗോവിന്ദൻ ഭജൻസ്. കേൾക്കാറുണ്ടോ? എത്ര പേര് കേൾക്കാറുണ്ടെന്ന് കൈ പോകും. ഞാൻ നവീനോട് പറയാം. ശരി. പാലക്കാട് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ അതിന് പോയി. അപ്പൊ അവിടെ ഞാൻ കുറച്ച് നാളായിട്ട് അവരായിട്ട് വളരെ അടുത്ത സൗഹൃദത്തിലുള്ള ആൾക്കാരാണ്. തൃശ്ശൂരൊക്കെ പോയിരുന്നു, ഗുരുവായൂർ പോയിരുന്നു. അപ്പോൾ നന്നായിട്ട് അറിയാം, എല്ലാവരും അറിയാം. അവരുടെ പരിപാടിക്ക് എന്നെ ഗസ്റ്റായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ ഗുരുവായൂരപ്പാനും ദിവ്യരും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. വേറൊരു ഭജൻ അവരായിട്ട് പുതുതായിട്ട് കമ്പോസ് ചെയ്തൊരു പുതിയ ഭജൻ. ഇത് രണ്ടും പാടിയ സമയത്ത് കുറെ പെൺകുട്ടികൾ സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്തു. അതിന്റെ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഇവിടെ. നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിച്ചു ചില പെൺകുട്ടികളോട്ട്, പറയാതിരിക്കാൻ വയ്യ. ഗംഭീരമായിട്ട് കളിച്ചു. അവരെല്ലാവരും കൈകൊട്ടി അപ്രീഷിയേറ്റ് ചെയ്തു. അവരുടെ ആ പാട്ട് കഴിഞ്ഞു. ഇപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ ഇപ്പൊ ഈ ചേച്ചി ഇപ്പൊ എന്റെ അടുത്ത് എത്ര അടുത്തായിരിക്കണേ, ഞാൻ അത്ര അടുത്തായിരിക്കണം. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അടുത്തൊരു പാട്ടിന് പാടുന്നതിന് മുമ്പായിട്ട് നവീൻ എണീച്ച് പറഞ്ഞു, ഈ പാട്ടിന് പെൺകുട്ടികളൊക്കെ ഡാൻസ് കളിച്ചു, അടുത്ത പാട്ടിന് ഇനി ആര് കളിക്കണം അറിയൂ? ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ഡാൻസ് കളിക്കട്ടെ. അപ്പൊ മൂപ്പർ നോക്കിയപ്പോ ആദ്യം കണ്ടത് തന്നെ വ്യാസൻ എപ്പോഴും പറയാറുണ്ട് ഉറക്കെ നാമം ജപിക്കണം. വരും പോകാൻ പറ്റുന്നില്ല. എന്താ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്നു? പോയാൽ മാനക്കേടാവില്ലേ? പിന്നെ വേറെ നിവൃത്തിയില്ലേക്കൊണ്ട് പോവാന്നുള്ളതേ ഉള്ളൂ. ഈ മടി മാറ്റുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഞാൻ ഉറക്കമാണെന്ന് ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, അത് നവീൻ മാറ്റി തന്നാണ്. ഞാൻ അതിന്റെ താങ്ക്സ് നവീനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നെ. ഇപ്പൊ എനിക്ക് സാധിക്കും, അവർക്കൊക്കെ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നു? എന്തുകൊണ്ട് എത്രയോ പെൺകുട്ടികൾക്ക് സാധിക്കുന്നു? എന്തുകൊണ്ട് എത്രയോ അമ്മമാർക്ക് പല സപ്താഹ വേദികളിലും വൃന്ദാവനത്തിലൊക്കെ നിങ്ങൾ പോകും, ഒരു തരത്തിലുള്ള നാണോ മാനോ അല്ലാണ്ട് ഇറക്കെ നാരായണ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ് നാമം ജപിക്കുന്ന എത്ര ആൾക്കാരെ കാണാം? നമുക്ക് മാത്രമാണ് ഈ കോംപ്ലക്സ്. എന്നെ കണ്ട ആൾക്കാരെ എങ്ങനെ വിലയിരുത്തും? അതിനെന്താ നിവൃത്തിയുള്ളത്? ആഞ്ഞൊക്കെ പറയാറുണ്ട് കണ്ണടച്ചാൽ മതി. കണ്ണടച്ച ഉറക്കമില്ല. അപ്പൊ ബാക്കിയുള്ളവർ എങ്ങനെ കാണുന്നു വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കും, ആ ചേച്ചി നോക്കുന്നുണ്ടോ, ആ ഏട്ടൻ നോക്കുന്നുണ്ടോ ഞാൻ ഉറക്ക നാമം ചൊല്ലുന്നത്? ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങൾ ഭഗവതിയും ഭഗവാനൊക്കെ കൊണ്ടുവന്ന് തരുന്ന സമയത്ത് അതിനെ ആദരവോടുകൂടി കണ്ട് അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. എനിക്ക് എത്രയോ ഇപ്പൊ നന്ദഗോവിന്ദൻ തന്നെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. എത്രയോ ആളുകൾ നാമം ചൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നാമം ചൊല്ലാതിരുന്ന കുട്ടികൾ ഇന്ന് കൈയൊക്കെ കെട്ടി ചമ്മരം പണിഞ്ഞ് മനോഹരി രാധേ രാധേ എന്ന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്രെഡിറ്റാണ്. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അതേപോലെ നമ്മുടെ കുട്ടികളും മാറണ്ടേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത്. എവിടെ ചെന്ന് എത്തും ഇത് അവസാനം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെഞ്ചത്തടിച്ച് ഭഗവതിലേക്ക് വരും. എന്തിന് എന്റെ മകളെ, എന്റെ മകനെ ഇങ്ങനെ ചെയ്തു? ഭഗവതി പുച്ഛത്തോടുകൂടി നോക്കുന്നു, പുച്ഛത്തോടുകൂടി. കാര്യം കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരെ നോക്കുന്ന സമയത്ത് അമ്മയുടെ മുഖത്തുണ്ടാവുന്ന ഭാവം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെയല്ലല്ലോ ഒരു അമ്പലത്തിലേക്ക് പോകേണ്ടത്, പ്രത്യേകിച്ച് അവനവന്റെ ദേശക്ഷേത്രത്തിൽ. നമുക്ക് എപ്പോഴും തൊഴുത് പോവുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടേ ഉള്ളൂ. അത് നമ്മുടെ ധർമ്മത്തിലേ ഇല്ല ആ ഏർപ്പാട്. ഇവിടെ ആണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. തൊഴുത് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് അല്പസമയം ധ്യാനിച്ച് നാമം ചൊല്ലിയിട്ട് വേണം ഏതൊരു ക്ഷേത്രത്തിലും പോവാൻ. വരിക, തൊഴുക, പായസം വാങ്ങുക, പോവുക. ഇതല്ല. വരണം, തൊഴണം, പായസം വാങ്ങണം, ഇവിടെ ഇരിക്കണം, അല്പസമയം ധ്യാനിക്കണം, അല്പസമയം നാമം ജപിക്കണം, അടുത്ത തവണ വരുന്നത് വരെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇവിടെ പോകാൻ.
അങ്ങനെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവതിയെ മനസ്സിലാക്കി തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ ചടങ്ങാണ്. ചടങ്ങിന്റെ ഉത്തരവാദിത്വം ഭഗവതിക്കില്ലല്ലോ. ചടങ്ങ് ഭഗവതിക്ക് എല്ലായിടത്തും എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാറി ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു നല്ല പാതയിലുള്ള ആൾക്കാരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാനിത് നിങ്ങൾ വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം ഇവിടെ വരുമ്പോഴും നിങ്ങൾ ഭഗവതി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കോംപ്രമൈസ് അതിനകത്ത് തന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങൾക്കും അതിന്റെ അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എന്താ, നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് ഭഗവതിക്കാണെങ്കിലും ഈ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ പ്രതീക്ഷിച്ച ആൾ നിങ്ങൾക്ക് തന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഒരാളെ ഗംഭീരമായിട്ട് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ഇരുന്നു, അയാൾക്ക് വേണ്ടതൊക്കെ കൊടുത്തു, എല്ലാ തരത്തിലും അയാളെ നോക്കി, അയാൾ നമ്മളെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊടുത്ത സ്നേഹത്തിന് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു തരും. ആ സ്നേഹം കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. അത് പൈസ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഏത് ഇമോഷൻ ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് എന്താ? അത് പൈസയല്ല, പായസമല്ല, ഒന്നുമല്ല. നമ്മുടെ സമർപ്പണ ബോധമാണ്. ഞാനുണ്ട് ഭഗവതിക്ക് എന്നുള്ളത്. ഇപ്പോഴും നോക്കൂ, നിങ്ങൾ ഈ നാട്ടിലുണ്ടാവുമല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സ്വന്തം പണി വേണ്ടാന്ന് വെച്ച്, ഒരു ദിവസത്തെ കൂലി വേണ്ടാന്ന് വെച്ച് അമ്പലത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എത്രയോ ആളുകളെ നിങ്ങൾക്ക് അറിയിച്ചു വന്നാൽ കാണാം. ഇവിടെ ഉണ്ടാവുമല്ലോ പുരോഗമനം. എനിക്കറിയാം. ഇപ്പൊ ഇന്നലെ ലക്ഷദ്വീപായിരുന്നു അമ്പലത്തിൽ. ഇവിടെ വന്ന ആൾക്കാരെല്ലാം ഉണ്ടോ? അറിയിച്ചു വന്നിരുന്നാരെങ്കിലും 1,00,000 ദീപങ്ങൾ കത്തിച്ചിട്ട് ലക്ഷദ്വീപായിരുന്നു അറിയിച്ചിരുന്നത്. എത്രയോ അമ്മമാര്, എത്രയോ ചേട്ടന്മാര് സ്വന്തം പണിയൊക്കെ മാറ്റി രാവിലെ മുതൽ ചെരാത് കഴുകലും അടുക്കലും ഒക്കെ ആയിരുന്നു. എന്തിനാ? നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കണം, അങ്ങനെ കാണണം. അല്ലാണ്ട് അമ്പലത്തിൽ പരിപാടി നടക്കണമല്ല. എന്റെ ഭഗവതിക്ക് എന്റെ വക ഒരു സമർപ്പണം. പൈസ ഒന്നും കൊടുക്കാനില്ല. ഇതാണ് ഉള്ളതാകെ. എന്ത് അധ്വാനിക്കാനുള്ള ഒരു ശരീരമുണ്ട്. ഇത് ആര് തന്നതാ? ഭഗവതി തന്നതാ. അപ്പൊ ഇതുകൊണ്ട് പണിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കുണ്ട്. ചില ആൾക്കാരുണ്ട്, നോക്കൂ നിങ്ങള്, ഞാൻ എന്റെ നാടിന്റെ കേരളത്തിലും പറയുന്നതല്ല, ഇവിടെ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവും എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണത്. നാളെ പണിയുണ്ട്, ലീവ് കിട്ടില്ല, നാളെ കുട്ടിക്ക് ഫീസ് അടക്കേണ്ട ഡേറ്റ് ആണ്, പണിക്ക് പോവാതിരുന്നത് ശരിയാവില്ല. അപ്പൊ എന്ത് ചെയ്യാ? രാത്രി 12 മണി 1 മണി 2 മണി വരെ കുരുത്തോല വെട്ടാൻ നടക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. എന്തിന്? അവർക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ടായിട്ട്? ഒരു ഓണം മെമ്പർ അവർക്ക് ഇത്രയും നാളായിട്ട് അടിച്ചിട്ടില്ല. ഒരിക്കലും ഒരു ഭഗവതി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഇതാ നാളെ മുതൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോകുന്നു അവരോട് ഇത്രയും നാളായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ടാ ചെയ്യണേ? ആ സമർപ്പണമാണ്. എന്റെ അമ്മയ്ക്ക് ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ള സമർപ്പണമാണ്. നമുക്കും ഉണ്ടാവേണ്ടത് ആത്യന്തികമായിട്ട് ഈ സമർപ്പണമാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ പറയും, പത്രം പുഷ്പം ഫലം തോയം എന്ന് പറഞ്ഞൊരു ശ്ലോകം ഉണ്ട്. അതായത് ഭക്തിയോട് കൂടി ഒരു തുളസിയില എടുത്ത് തന്നാൽ മതി. 100 കിലോ സ്വർണം കൊണ്ടുള്ള കിരീടം കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. ഭക്തിയോടുകൂടി കൊടുക്കുക. കുചേലൻ ഭഗവാന് കൊണ്ടുപോയ അവിലിനകത്ത് ഒരുപാട് കല്ലുണ്ടായിരുന്നു. ഒരുപാട് ഈ നെല്ല്, അത്യാവശ്യം ഈ അവിലാവാത്ത നെല്ലും കുറെ ഉണ്ടായിരുന്നു. കുറെ പൊടി ഉണ്ടായിരുന്നു. പലയിടത്തും പോയി യാചിച്ച് കിട്ടിയ 4 പിടി അവിലാണ് ഭാര്യയ്ക്ക്. ഇതാണ് കീഴ് കെട്ടി കൊണ്ടേ കൊടുത്തത്. ഈ ഭഗവാൻ ഒന്നാമത്തെ പിടിയെടുത്ത് കഴിച്ചു എന്ന് മാത്രമേ നമ്മൾ കാണാനുള്ളൂ. ഭഗവാൻ ഇത് കഴിക്കുന്ന സമയത്ത് ഭഗവാൻ കല്ല് കടിക്കുന്നുണ്ട്. നെല്ല് നിങ്ങൾക്ക് അറിയാം, നല്ല കൂർത്ത നെല്ലുണ്ടാവും അല്ലെ, 2 ഭാഗവും. ഇത് ഭഗവാന്റെ വായിൽ കുത്തി കയറിയിട്ട് ബ്ലഡ് വരുന്നുണ്ട് വായിന്ന്, പൊട്ടി ചവയ്ക്കുന്നുണ്ട്. എന്നിട്ട് 2ാമത്തെ പിടി എടുത്ത് വലിക്കുന്നു. എന്തുകൊണ്ടാണ്? ആ കൊടുത്തത് എന്തെന്നുള്ളതല്ല, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് നോക്കുന്നത്. ഭഗവാനും ഭഗവതിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അപ്പത്തെ ചേച്ചി 2 ഇഞ്ചുള്ള വിളക്ക് കൊടുത്തു, ഞാൻ കൊടുത്തത് 12 അടി ഉള്ളതാണെന്ന് പറയാതിരിക്കുക. കാരണം രണ്ടും ഒരുപോലെയാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും ഭഗവതിയുടെ മക്കളാണ്. മക്കളെ തമ്മിൽ ഒന്ന് വലുത് ഒന്ന് ചെറുത് എന്ന് കാണിക്കുന്ന പാരമ്പര്യം അമ്മമാർക്കില്ല. അത് കൊടുത്താലും ശരി, കൊടുത്തില്ലെങ്കിലും ശരി. കൊടുത്ത ആൾക്കാരോട് പ്രത്യേകിച്ച് കൂടുതൽ സ്നേഹമില്ല, കൊടുക്കാത്ത ആളോട് ശാപമില്ല. കാരണം പക്ഷെ ഒരു വിഷമേ ഉള്ളൂ, എന്റെ മോനായിട്ട് എനിക്കൊന്നും തന്നില്ലല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ ഞാനും ശ്രീത്തും മറ്റന്നാ മലേഷ്യക്ക് പോവാണ്. ഇപ്പോഴേ അമ്മ ചോദിക്കണ്ട എന്താ കൊണ്ടുവരിക. കൊണ്ടെന്ന് കൊടുക്കുന്നു കരുതിയിട്ടെന്നല്ല ചോദിക്കണത്. കൊണ്ടെന്ന് കൊടുത്തില്ലെങ്കിലും നാളെ അമ്മ എനിക്ക് നെയ്യ് ഒഴിച്ച് ദോശ ഉണ്ടാക്കി തരും. എനിക്ക് ഒരു ഉറപ്പുണ്ട് കാര്യത്തില്ല, ഉറപ്പായിട്ടും ഉണ്ടാക്കി തരും. പക്ഷെ കൊണ്ടെന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഭഗവതി. നിങ്ങളുടെ അമ്മയാണ് ഈ ഭഗവതി.
ആ ഭഗവതിക്ക് നമ്മളാലാവുന്നത് എന്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഇത് വേറെ എവിടെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. വേറൊരു അമ്പലത്തിൽ പോയിട്ട് എനിക്കിതാ ഇത് ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില നോക്കിയിട്ട് അവിടെ എടുക്കണോ വേണ്ടേ തീരുമാനിക്കുള്ളൂ. പ്രത്യേകിച്ച് ഗുരുവായൂരൊക്കെ നിങ്ങൾ നോക്കൂ. ഒരു സ്വർണ്ണാഭരണമൊക്കെ കൊടുത്താൽ അവിടെ എടുക്കുള്ളൂ. നിങ്ങൾ കൊടുക്കുന്നത് നെയ്യും എണ്ണയൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതൊക്കെ മറ്റു രീതിയിൽ പോകും. പല വസ്തുക്കളും ലേലം ചെയ്ത് പോകും അല്ലേ. ഇവിടെ നിങ്ങളൊരു നെയ്യ് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് മേൽശാന്തി അത് ഒഴിച്ച് കത്തിക്കുന്നുണ്ട്. ഞാനൊരു പട്ട് കൊണ്ടേ കൊടുത്തപ്പോൾ അദ്ദേഹം, ഞാൻ വിചാരിച്ചിട്ടില്ല, അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താ വ്യാസന്റെ നാള്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ നിങ്ങൾ 1 മണിക്കൂർ നിന്ന് തൊഴുതാലും 5 മണിക്കൂർ നിന്ന് തൊഴുതാലും 10 മണിക്കൂർ നിന്ന് തൊഴുതാലും ഒരാൾ നിങ്ങളെ പിടിച്ചു മാറ്റില്ല. നടക്കും ഗുരുവായൂർ. അപ്പോൾ നമുക്ക് ഈ ഇവിടെ തൊഴുത സമാധാനമല്ല, ഗുരുവായൂർ പോയാലേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ പോലും സ്വന്തം പരദേവതയെ ഗംഭീരമായിട്ട് നോക്കിയിട്ട് അവിടെ ഇരിക്കണം. ഇടത്തിരിത്ത ഭഗവതിയെ, തൊട്ടപ്പുറത്തുള്ള അമ്മ. ഗുരുവായൂരപ്പന് വർഷത്തിൽ ഒരു ഉത്സവമേ ഉള്ളൂ. ഭഗവതിക്ക് 2 ഉത്സവം കൊടുത്തു ഭഗവാൻ. പിള്ളേര് താലപ്പൊലി, ദേവസ്വം താലപ്പൊലി. സ്വന്തം അമ്മ എങ്ങനെ നോക്കണമെന്ന് ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. അത് നോക്കാണ്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായിട്ട് സ്വന്തം നാട്ടിലെ ക്ഷേത്രം നന്നായിട്ട് നോക്കുക, സ്വന്തം മാതാപിതാക്കളെ നന്നായിട്ട് നോക്കുക, സ്വന്തം ഗുരുക്കന്മാരെ നന്നായിട്ട് നോക്കുക. നമ്മൾ ഈ ഭൂമിയിൽ വരാൻ കാരണക്കാരായി നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന പിതൃക്കളെ, അവർക്ക് വേണ്ട സമയത്ത് അവരെ ഓർക്കുക. നമ്മുടെ നാടിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത്രേ വേണ്ടു. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്വന്തം നാട്ടിലെ ക്ഷേത്രം, അവനവന്റെ അച്ഛനും അമ്മയും കാരണവന്മാരും, പിതൃക്കൾ, ഗുരുക്കന്മാർ, നാട്. ഇതിന് സേവ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ട് ഭഗവതിയുടെ പാദങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത്. ഇത് ഒന്നും ചെയ്യാണ്ട് ഭഗവതിക്ക് കുറെ എന്തൊക്കെയോ കൊണ്ടേ കൊടുത്തിട്ട് സ്വന്തം അമ്മയെ പട്ടിണിക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ലേ. ഇങ്ങനെ പണ്ടെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൂകാംബയ്ക്ക് പോണതിന് മുമ്പ് സ്വന്തം ഭാര്യയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് അത് വാങ്ങിക്കൊടുത്തിട്ട് മൂകാംബയ്ക്ക് പോകുന്നു. കാരണം ആ അമ്മ തന്നെയാണ് അവളിലുള്ളതെന്ന് കാണാൻ പറ്റാണ്ടേ അവിടെ പോയിട്ട് അമ്മയെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാവം. അവനവന്റെ സ്വന്തം അമ്മയാണ് തുടങ്ങേണ്ടത്. ആ അമ്മയാണ് പ്രത്യക്ഷത്തിലുള്ള ഗുരു എന്ന് പറയും. അച്ഛൻ, ഗുരു, പിതൃക്കളുടെയൊക്കെ കാര്യം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ സമയം കൊണ്ട് നിർത്താൻ പറ്റില്ല. നമുക്കിപ്പോഴും ഞാൻ തിരുനെല്ലി പോയി വ്യാസ, ഞാൻ ഗയയിൽ പോയി വ്യാസ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം അതോടുകൂടി ഇത് ചെയ്യണ്ടല്ലോ, ബലിയിടണ്ട. വർഷത്തിൽ ഒരു കുറി സ്വന്തം കാരണവന്മാരെ ഓർക്കാൻ മടിയുള്ള നമ്മളാ. നമ്മൾ ഈ ഭൂമിയിൽ വരാൻ കാരണമായിട്ടുള്ള മുത്തച്ഛന്മാരെ, മുതുമുത്തച്ഛന്മാരെ ഓർക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ തിരുനെല്ലി പോയി എങ്ങനെ ബലിയിട്ട് ഈ ഏർപ്പാട് ഇന്നത്തോടു കൂടി നിർത്താം എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക. തിരുനെല്ലി പോകാനുള്ള വഴി എങ്ങനെയാണെന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ പോയി ബലിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടണ്ടല്ലോ. പിന്നെന്ത്, ഈ കൊല്ലത്തിൽ ഒരിക്കൽ ഈ ഒരിക്കൽ എടുക്കുന്നതും ഒരിക്കൽ ബലി ഇടുന്നതും ഒക്കെ വലിയ ചടങ്ങാണ് നമുക്ക്. നമ്മളാ അവസ്ഥയിലാവണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ അത് കിട്ടാതാകുമ്പോൾ വിഷമം. അങ്ങനെ ആവാതിരിക്കട്ടെ. എന്തായാലും ഒരു ദിവസം ഉണ്ടാവുമല്ലോ അത്, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പൊ നമുക്ക് തോന്നും തിരുനെല്ലി വേണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ആൾക്കാർക്ക്, അതാ പ്രശ്നം. അതുകൊണ്ട് അത് ഇപ്പോഴേ ശീലിക്കുമെന്ന് പല ആൾക്കാരും, എന്നെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും പറയാറുണ്ട്, ഒരു മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ, ഒരു റിസർവോ ഒരു ഡാമിൽ, അപ്പൊ ഈ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുക, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, കുടിക്കാൻ പറ്റില്ല, ആരെങ്കിലും എടുത്തു തരണം, നേരെ കുടിക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ കൊല്ലത്തിലൊരിക്കൽ ഇനി ഇടേണ്ട ആവശ്യമില്ല, തിരുനെല്ലിയിൽ പോയി കഴിഞ്ഞു. പിതൃക്കളെ ബഹുമാനിക്കാൻ സാധിക്കണം, അവനവന്റെ പരദേവതയെ ബഹുമാനിക്കാൻ സാധിക്കണം. അപ്പൊ ഈ ഭഗവതി അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കുടുംബത്തിൽ ഒരു ഭഗവതി ഉണ്ടെങ്കിൽ, ഒരു പരദേവത ഉണ്ടെങ്കിൽ ആ ദേവതയെ ബഹുമാനിക്കാൻ സാധിക്കണം. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എവിടെയോ ആണ് ആനന്ദം ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല. പരദേവതാ പ്രീതി, ദേശത്തെ ദേവതാ പ്രീതി, പിതൃക്കളുടെ പ്രീതി, ഗുരുത്വം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതം സാർത്ഥകാവുന്നതാണ്. ഒരു പ്രയാസങ്ങളും ഉണ്ടാവില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നിന് വീഴ്ച വരുത്തുമ്പോഴാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുന്നത്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് അവരുടെ ശാപമൊന്നുമല്ല. നിങ്ങളിപ്പോ വർഷത്തിൽ ഒരിക്കൽ ബലി ഇട്ടിട്ട് നിങ്ങൾ ബലി ഇട്ടില്ല, മുടങ്ങി, നിങ്ങളായിട്ട് ഇടാതിരുന്ന കേട്ടോ, അങ്ങനെ വേണം കാണാൻ. അല്ലാണ്ട് ചില സന്ദർഭങ്ങൾ കൊണ്ട് മുടങ്ങിയോണ്ടൊന്നല്ല. നിങ്ങൾക്ക് തോന്നി ഇപ്രാവശ്യം ഇട്ടൊന്നും വേണം, ഇതിപ്പോ എല്ലാ ജോലിയും ചെയ്യണമല്ലേ. അപ്പൊ ചില പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? അപ്പൊ പിതൃക്കൾ ശപിച്ചു അല്ല,
അവരുടെ മനസ്സിലുണ്ടാവുക, പാലക്കാടൻ ഭാഷയിലൊക്കെ പറയാ ഉള്ളു പൊള്ളുക എന്ന് പറയും. എന്റെ പരമ്പരയിൽ വന്ന് ജനിച്ചിട്ട്, ഞാൻ കാരണം വന്ന് ജനിച്ചിട്ട്, എന്റെ ശരീരം കൊണ്ട് ജനിച്ചിട്ട് എന്നെ ഓർക്കാൻ അവർക്ക് പറ്റാതായല്ലോ എന്നുള്ള അവരുടെ വിഷമാണ് ശാപമായിട്ട് അടിക്കുന്നത്. നമുക്ക് മദേഴ്സ് ഡേയും ചിൽഡ്രൻസ് ഡേയും ഫാദേഴ്സ് ഡേയും വാലന്റൈൻസ് ഡേ ഒക്കെ ഉണ്ടല്ലോ. ഒരു ദിവസം എന്തുകൊണ്ട് പിതൃക്കളെ ഓർക്കാൻ സാധിക്കുന്നില്ല, ബലിയിടാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഒരു ദിവസം എത്രയോ ആളുകൾ പച്ചക്കറി കഴിച്ചും ഓട്സ് കഴിച്ചും ചിയാ സീഡിട്ട വെള്ളം കുടിച്ചും നടക്കണം, ഒരു ദിവസം എന്തുകൊണ്ട് ഒരിക്കലും എടുക്കാൻ സാധിക്കുന്നില്ല? ഈ കുട്ടികൾ അങ്ങനെ വളർന്നു വരണം നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതല്ല, അവരും നമ്മളെ പോലെ ഭഗവതി ആരാണെന്ന് മനസ്സിലാക്കി വളരണം എന്നാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇനിയും സമയം വൈകിട്ടില്ല. കതിരിൽ കൊണ്ടുപോയിട്ട് വളം വയ്ക്കരുതെന്നാ പറയാ അല്ലേ? ഈ ഒരു സമയത്ത് അവർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ സ്വഭാവത്തിന്റെ രൂപീകരണത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്. ഓരോ കുട്ടിയും നാളത്തെ ഈ ഭഗവതിയുടെ തേജസ്സിന് കാരണമായി വർത്തിക്കാൻ പോകുന്ന ജന്മങ്ങളാണ്. നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലമൊന്നും ഇല്ലാണ്ട് എങ്ങനെയല്ലോ, ഈ ഭഗവതി ഇവിടെ തന്നെ ഉണ്ട്, ഈ നാട് ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവും. പുരോഗതി ഉണ്ടെങ്കിലുണ്ട്. അപ്പൊ പണ്ട് കുറെ ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു, അവർ ഈ അമ്പലമൊക്കെ നോക്കിയിരുന്നു. നമുക്കിപ്പോ ഇതിനൊന്നും താല്പര്യമില്ല. നമുക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ കുട്ടികൾ, അങ്ങനെ പോകാനാണോ നമുക്ക് താല്പര്യം? എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള ആളുകൾ ഈ ക്ഷേത്രങ്ങൾ ഇത്ര ഗംഭീരമായിട്ട് നോക്കണത്? അവരുടെ കാരണവന്മാർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കുള്ളൂ. നമ്മൾ അങ്ങനെ പറയാതിരിക്കുന്ന സമയത്താണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഞാൻ കഴിഞ്ഞ ഈ വർഷമല്ല, ഞാനിവിടെ പറഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു പാലക്കാടാണ്. പാലക്കാട് ഒരു മഹാനവമി ദിവസം ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് അവിടെ വിദ്യാഗോപാല മന്ത്രാർച്ചന ഉണ്ടായിരുന്നു, കുട്ടികൾ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പോയ സമയത്ത് അവിടെ ഒരു 10-20 മുത്തശ്ശിമാരും ഒരു 6-7 ചേച്ചിമാരും ഇരുന്ന് പൂജിക്കുക. ഇവർ ഏത് PhDക്കാ പഠിക്കണമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല, കാരണം അത്രയും പ്രായമുണ്ട്. വിദ്യാഗോപാല മന്ത്രാർച്ചന പൊതുവിൽ പറയുന്നത് കുട്ടികൾ ചെയ്യാനാണ്, നല്ല വിദ്യ ഉണ്ടാവാൻ, നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കാൻ, നല്ല പഠിക്കാൻ തോന്നാൻ, ഇതിനൊക്കെ വിദ്യാഗോപാല മന്ത്രാർച്ചന. എല്ലാവർക്കും ചെയ്യാം, സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു കുട്ടിയെങ്കിലും വേണ്ടേ? ഒരു 10-20 മുത്തശ്ശിമാരും ഒരു 5-6 ചേച്ചിമാരും ഇരുന്ന് പൂജ. അപ്പൊ അതില് എല്ലാ ദിവസവും നാരായണീയം വായിക്കണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഈ ക്യുസിന്റെ അർത്ഥം പറഞ്ഞു തരുമോ വ്യാസം എന്നൊക്കെ ചോദിക്കുന്ന ചേച്ചിയാണ്. അത്രയധികം ആധ്യാത്മികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയാണ്. അവരുടെ ഫാമിലി പരമായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. ആ ചേച്ചിക്ക് ഒരു മോനുണ്ട്, എനിക്കറിയാം. ഇപ്പൊ ചേച്ചി പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ വ്യാസം വന്നിട്ടുണ്ടോ, ഞാൻ അറിഞ്ഞിരുന്നു വരുന്നുള്ളത്, എപ്പോഴാണ് തുടങ്ങുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എപ്പോഴോ ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് മോനെ കൊണ്ടുവന്നില്ല? വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അരുണാണ് പേര്, അരുണല്ലേ ചെയ്യേണ്ടത്. ചേച്ചി ചെയ്തതിൽ തെറ്റുന്നില്ല, എന്തുകൊണ്ട് അരുണിനെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് ചേച്ചി പറഞ്ഞത്, അവൻ ആകെ കിട്ടുന്ന അവധി ദിവസം എല്ലാം ഉറങ്ങിക്കോട്ടെ എന്നാണ്. ഏത് മഹാനവമി? അവൻ ആകെ ഒരു അവധിയിലേ കിട്ടുള്ളൂ, അവൻ ഉറങ്ങിക്കോട്ടെ. എത്ര നാൾ നമ്മളിങ്ങനെ കുട്ടികളെ കടത്തി ഉറക്കും? ഇങ്ങനെ ഉറക്കിയ കുട്ടികളാണ് കുറെ കാലം കഴിഞ്ഞാൽ ബോധമില്ലാതെ കിടന്നുറങ്ങണത്. മോര് കൊടുത്തും തൈര് കൊടുത്തൊക്കെ വരുമ്പോൾ ബോധം ഉണ്ടാക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ ഭാവി. പകരം ഇപ്പോഴെങ്കിലും ശ്രദ്ധിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഫോളോവറായിട്ടുള്ള ചേച്ചി ചൈനയിൽ നിന്ന് വന്നിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുവരുന്നതിന് വന്ന അപ്പൊ ആ ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഭാഗ്യമാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കാൻ. ഒന്നാമത് അവിടെ ഒരു ആരാധനാലയമില്ല, അവിടെ ആ സിസ്റ്റം അനുസരിച്ച് അവിടെ അമ്പലവും പള്ളിയൊന്നും ഇല്ല. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഹഗ് ചെയ്യാൻ, കെട്ടിപ്പിടിക്കാൻ ആൾക്കാരുടെ ഇത്ര പൈസ കൊടുത്ത് അവർ കെട്ടിപ്പിടിച്ച് നമ്മളെ കേൾക്കും. ഒരു വിഷമം വരുമ്പോൾ നിങ്ങൾക്ക് അവരത്തേക്ക് പോവാൻ 10 ചൈനീസ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് കെട്ടിപ്പിടിക്കും, പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ വിഷമമൊക്കെ കരയാം, പറയാം. അതിനായിട്ട് റോഡ് സൈഡിൽ ഹഗ്ഗിങ് ഷോപ്പുകളുണ്ട്. ഇപ്പോൾ കെട്ടിപ്പിടിച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കുക. വരും പൈസ കൊടുക്കണ്ടോ? വെറുതെ അല്ലേ? നമുക്കിവിടെ എന്തിൻ്റെ കുറവാണുള്ളത്? നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ സപ്താഹങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ നാമജപ സദസ്സുകളുണ്ട്. എന്തിൻ്റെ കുറവാണ് നമുക്കുള്ളത്? ഇതൊക്കെ ഇല്ലാണ്ടായി കഴിയുമ്പോഴേ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല.
നിങ്ങൾ നല്ല പാതയിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് പ്രത്യേകിച്ച് തെളിവ് ആവശ്യമില്ല. എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, നിങ്ങളാകുന്ന ഗുരു, നിങ്ങൾക്കൊക്കെ ഒരു ഗുരുസ്ഥാനുണ്ട്. ആരുടെ? സ്വന്തം മക്കളുടെ. നിങ്ങളാകുന്ന ഗുരുസ്ഥാനത്തുള്ള ആളുകൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്വയം പരിശോധിക്കുക. നിങ്ങൾ അമ്മയെ നന്നായി നോക്കുന്നുണ്ട്, അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട്, രാവിലെ എണീക്കുന്നുണ്ട്, വൈകുന്നേരം ഉറങ്ങുന്നുണ്ട്, ഇതൊക്കെ ഓക്കെ. പക്ഷെ ആ ഉറങ്ങണേന്റെ എണീക്കണേന്റെ ഇടയിൽ നമുക്ക് ശേഷം വരുന്ന ഒരു തലമുറയ്ക്ക് ഈ ഭഗവതി ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ടോ? നമ്മൾ അത് ചെയ്ത് അവർക്കത് പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു റോള്, ഒരു ടീച്ചറിന്റെ റോള് നമ്മൾ ഓരോരുത്തരും എത്ര കണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്വയം പരിശോധിക്കും. ബാക്കി എല്ലാത്തിനും ആൾക്കാരുണ്ടാവും. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും ഭക്ഷണം വാങ്ങി കൊടുക്കാനും എല്ലാത്തിനും ആൾക്കാരുണ്ടാവും. പക്ഷെ അവനവന്റെ നാട്ടിലെ ക്ഷേത്രം എങ്ങനെയാണ് നോക്കേണ്ടത്, അവനവന്റെ നാട്ടിലെ അമ്പലത്തിൽ എങ്ങനെയാണ് തൊഴേണ്ടത്, അവനവന്റെ നാട്ടിലെ അമ്പലത്തിലെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ആൾക്കാരില്ലാത്തത്. അത് നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് പുറമേന്ന് ആരും വരുമൊന്നുമില്ല. നാളെ അവിടെ ഭഗവതി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഈ വർഷം നിങ്ങളൊക്കെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അടുത്ത കൊല്ലം വരണട്ടോ എന്നൊന്നും പറയില്ല. അതിന്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നോക്കുക, ഒരു കോവിഡ് എന്ന് പറഞ്ഞൊരു വലിയ പകർച്ചവ്യാധിയുടെ സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കണത്. എത്ര ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു, എത്ര പേര് പോയി. നമ്മുടെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ പോയില്ലേ? നമ്മൾ പോവാതെ എപ്പോഴും ഇവിടെ ഇരിക്കണില്ലേ? നമ്മുടെ വിചാരം നമ്മുടെ കേരളത്തെ കൊണ്ടാണ്. ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട്, ഞാൻ നല്ല ഭക്ഷണങ്ങളെ കഴിച്ചുകൊണ്ട്, നോക്കൂ എത്രയെത്രയോ മഹാത്മാക്കൾ, എത്രയെത്രയോ നല്ല നല്ല ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടു. എസ്.പി. ബാലസുബ്രഹ്മണ്യത്തിനെ പോലെയൊക്കെയുള്ള എത്ര ആൾക്കാർ പോയി കോവിഡ് വന്നിട്ട്. നമ്മൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 10% നന്ദിയെങ്കിലും സ്വന്തം നാട്ടിലെ ഭഗവതി നമ്മളെ നോക്കിക്കൊണ്ടാണ് നമുക്ക് തോന്നാത്തത്. എന്തുകൊണ്ടാണ്? അത് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമസ്കരിക്കും. അത് തോന്നാത്തതിന്റെ പ്രശ്നമാണ്. അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാളെ എന്റെ കുട്ടിക്കും ഇങ്ങനൊരു ആപത്ത് ഉണ്ടാവരുത്, അവൻ എല്ലാ ദിവസവും നമസ്കരിക്കണം നമ്മൾ ചിന്തിക്കും. ആ ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് ഓരോ ഉത്സവത്തിന്റെയും അടിസ്ഥാനം. ഇവിടെ വരിക, കുറെ ഡാൻസ് കാണുക, കുറെ പാട്ട് കാണുക, കുറെ പ്രഭാഷണം കേൾക്കുക, കുറെ പ്രദക്ഷിണം ചെയ്യുക, കുറെ പായസം കഴിക്കുക, അതല്ലല്ലോ ഉത്സവം. ആത്യന്തികമായിട്ട് എന്റെ നാട്ടിലെ ക്ഷേത്രത്തെ നോക്കാൻ ചുമതലപ്പെട്ട ഞാൻ അതിന്റെ രീതികളെ കുറിച്ച് പഠിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഉത്സവത്തിന്റെ ഏറ്റവും വലിയ മഹിമ. ചെറിയ കുട്ടികൾ കാണും എന്തൊക്കെയാണ് ഇവിടെ നടക്കണം. അവിടെ പ്രദക്ഷിണം ഉണ്ട്, ആ സമയത്ത് ഒരു ചെണ്ട ഇങ്ങനെ കൊട്ടും, ആ സമയത്ത് പുറകിലെ ആൾക്കാർ നടക്കും, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എന്റെ കാലം വരുമ്പോഴും ഞാനിത് ഇങ്ങനെ ചെയ്യും. ആ വിദ്യാഭ്യാസം ഈ കുട്ടികൾ ഇത് കണ്ടും കേട്ടൊക്കെ, ഇവരുടെ ഇപ്പോഴത്തെ ഈ ബ്രെയിൻ ഉണ്ടല്ലോ, ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ബ്രെയിൻ, ഇവരെല്ലാത്തിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നൊക്കെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് കുറച്ചാലും കഴിഞ്ഞാലുള്ളത് പിറ്റേ ദിവസത്തേക്ക് മറന്നുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കത് എല്ലാ കാലത്തും അവരുടെ മനസ്സിലുണ്ടാവും. ഇപ്പോഴും നിങ്ങൾ പറയാറില്ലേ എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ അങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് ഓർമ്മ ഉള്ളത്? ഇപ്പൊ ഉള്ളതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, കുറച്ചു കാലം കഴിഞ്ഞാലുള്ളത് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. തമാശക്ക് പറയാറില്ലേ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ പേര് ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് ചെല്ലപ്പേര് വിളിക്കത്തറേ. എന്താണ് അമ്മു? കാരണം ശരിക്കുള്ള പേര് ഓർമ്മല്ല, മറന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ ആയി പോയി നമ്മള്. അങ്ങനെ ആയി പോണതിന്റെ ഇടയിൽ സ്വന്തം നാട്ടിലെ അമ്പലം കൂടി മറന്നു പോയുള്ള അവസ്ഥകൾ ആലോചിച്ചു നോക്കും. പണ്ട് ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയില് ഈ നെടുമുടി ചേട്ടനുണ്ട്, അദ്ദേഹം കള്ളു ഒട്ടിച്ച് എവിടെയാ കിടക്കണ്ടാവും. അപ്പൊ അദ്ദേഹത്തോട് ഈ മണിയമ്പള്ളി രാജുവേട്ടനൊക്കെ പോയി ചോദിക്കും, ഈ അപ്പുമാഷ്ട വീട് ഏതാണ്? അപ്പൊ അയാൾ പറയണതാണ്, അപ്പുമാഷ് ഞാൻ തന്നെയാണ്, വീടാ ഞാനും നോക്കുന്നത്. ആ അവസ്ഥയാണ് നമ്മുടെയൊക്കെ പലരുടെയും ആത്മീയത ഇന്നത്തെ കാലം. കാരണം സ്വന്തം നാട്ടിലെ അമ്പലം എവിടെയാന്ന് പോലും അറിയാതായിപ്പോയി. ഒരു ചേച്ചി ഞാനൊരു പ്രഭാഷണം പോയപ്പോ ആ നാട്ടിൽ ആ അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ആളാ. അവരിങ്ങോട്ട് കയറും, ആ ഇവിടെ ഇങ്ങനെയൊക്കെ ആയെന്ന് വെച്ചിട്ട് അമ്പലത്തിനുള്ളിൽ വരികയും ചെയ്യുന്നത്. കാരണം വന്നിട്ട് കാലങ്ങളായി. നിങ്ങൾ വരാതിരിക്കുകയും ചെയ്യൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അതിൽ ബോധവടല്ല, ഞാൻ അതിൽ കൺസേൺ അല്ല. പക്ഷെ ഈ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് വളരെയധികം കൺസേൺ ഉണ്ട്.
കാരണം അവര് നാളെ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കും, എനിക്ക് എന്താ അമ്മ അച്ഛൻ എന്റെ അമ്പലത്തിനെ കുറിച്ചൊന്നും പറഞ്ഞു തരാത്ത ചോദിക്കുമ്പോ നമുക്ക് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലല്ലോ. ഇത്ര കുട്ടികളാണോ ഈ ഭാഗത്തുള്ളത്? എനിക്ക് തോന്നുന്നില്ല. മറ്റതാണോ അവൻ ഉറങ്ങിക്കോട്ടെ ആ ഏർപ്പാടാണോ? ആ ഏർപ്പാടാണെങ്കിൽ നമ്മൾ പിന്നീട് പശ്ചാത്തലിക്കേണ്ടി വരും. അത് എന്റെ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നല്ല പറയുന്നത്. ഇവിടെ എന്ത് കാര്യം കുട്ടികളെ കൊണ്ടുവന്നേ പറ്റൂ. നിർബന്ധിച്ച് കൊണ്ടുവരേണ്ടി വന്നു കഴിഞ്ഞാൽ നിർബന്ധിച്ച് കൊണ്ടുവരിക. അത് അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കൊണ്ടുവരുന്നത്. ഇവിടെ വന്നാൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന ആൾക്കാരാ പിന്നീട് ഈ ഭഗവതിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തും. ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട് മാറാം. അങ്ങനെ അറിഞ്ഞു തന്നവർ. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഓരോ കാലത്തും ആ അമ്പലത്തെ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ അവൻ ഈ അമ്പലമായിട്ട് എങ്ങനെയാണ് ഇരുന്നത്. ഈ ഭഗവതിയുടെ ശരിക്കും അമ്പലത്തിൽ പോയി പ്രഭാഷണം ഞാൻ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണോ അമ്മ ഇവിടെ നിന്ന് വന്നത്, കുന്തമ്പള്ളിക്കാവ് കോങ്ങാട് ഭാഗത്തുള്ള മുണ്ടൂർ ഭാഗത്തുള്ള. അപ്പൊ അവിടെ ഞാൻ തന്നെ പറഞ്ഞു, ആത്യന്തികമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താ? നമ്മുടെ നാട്ടിലെ ക്ഷേത്രം നോക്കാൻ ബാധ്യതപ്പെട്ട പുതിയ തലമുറയിലുള്ള കുട്ടികളെ ഭഗവതിക്ക് സംഭാവന ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് വിനോദേട്ടൻ വന്ന് ചോദിക്കുകയാണ്, താലപ്പൊലിയാണ്, ഒരു 500 രൂപയുടെ ചീട്ട് എഴുതിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 500 രൂപയ്ക്ക് എഴുതാനെങ്കിൽ വേണ്ട, പകരം എന്തു പറയാ, വിനോദം നാളെ വരുന്ന സമയത്ത് എന്റെ മോനോട് കൊണ്ടുപോയി കൊപ്പിരിവിന് പോകുമ്പോൾ അവനും വരും. ധാരാളം മതി. 2 ടോക്കൺ അവന് കൊടുത്ത് അവൻ പറ്റുന്ന സ്ഥലത്ത് അവൻ പിരിച്ചു കൊണ്ടുവരും. ധാരാളം മതി. അത് ചെയ്യാൻ കൂടിയുള്ള മെന്റാലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് ഒരിലയോ ഒരു ചപ്പോ ചവറോ ഇവിടെ ഭഗവതിയുടെ തിരുമുറ്റത്ത് കാണുമ്പോൾ അതെടുത്ത് മാറ്റുകയാണെങ്കിൽ അത് ധാരാളം മതി. അത് ചെയ്യാനുള്ള സമർപ്പണ ബുദ്ധി പോലും ഇല്ലാതെ അമ്മേന്ന് വിളിക്കുമ്പോ അത് എന്താ പറയാ, യാന്ത്രികമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെച്ച് കെട്ടിയിട്ടുള്ള അമ്മയെന്നുള്ള വിളിയായി പോകും. നമ്മുടെ അമ്മമാർക്കുള്ള അതേ കഴിവ് ഭഗവതിക്കുണ്ട്. എന്ത്? ഈ അമ്മയെന്ന് വിളിക്കുന്നത് എന്ത് ഉദ്ദേശിച്ചാന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് അത് ഏത് അമ്മയ്ക്കും ഉണ്ടാവും. എന്ത് കണ്ടിട്ട് അമ്മയെ വിളിക്കുന്നത്? കാരണം അമ്മ പ്രസവിച്ചിട്ട ആളാണ് നമ്മള് പൂ എന്ന് പറയുന്നത് വെള്ളത്തിനാണെന്ന്, ഉമ്പ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കാനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്മയെ എന്ന് വിളിക്കേണ്ടത് എന്ത് ഉദ്ദേശിച്ചാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാം അമ്മമാർക്കുണ്ട്. അത് ഭഗവതിക്കും ഉണ്ടാവും ആ നല്ല ബുദ്ധി. അതുകൊണ്ട് അമ്മയെ കാണാൻ എന്ത് ഭംഗിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സൗന്ദര്യലഹരി ശ്ലോകം ചൊല്ലുമ്പോൾ ഭഗവതി അകത്തിരുന്ന് ഇങ്ങനെ ചിരിക്കും, ഇവർ എന്തിനാണ് ചൊല്ലുന്നത് എനിക്കറിയാലോ. അത് അമ്മ തന്നെ നമുക്ക് നമ്മൾ ചോദിക്കുക പോലും ചെയ്യാതെ എടുത്തു തരുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. അമ്മയുടെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോണ സമയത്ത് നമ്മൾ ചോദിക്കൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ മുത്തശ്ശനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 100 രൂപയോ 10 രൂപയോ 20 രൂപയൊക്കെ നമ്മുടെ കയ്യിൽ പറയും, തന്നിട്ട് പറയും ഇത് കയ്യിൽ വെച്ചോ, പോണ വഴിക്ക് ഉപയോഗിക്കാൻ. അത് നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയതല്ല, നമ്മൾ ചോദിക്കാതെ അവർ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നാ. നമ്മൾ വിചാരിച്ചത് ചിലപ്പോൾ 20 രൂപ തരുന്ന, ചിലപ്പോൾ 100 രൂപ വെച്ചിട്ടുണ്ടാവും. ഭഗവതി ഇങ്ങനെ ചെയ്യാറുള്ളത്. നിങ്ങൾ ഭഗവതിയോട് പോയിട്ട് 20 തരണേ എന്ന് പറയാതിരിക്കുക. കാരണം ഭഗവതി 100 തരാൻ വില്ലിങ് ആയിട്ടിരിക്കുന്ന ആളാണ്. അതിനെന്തൂടെ വേണം? നമ്മൾ ഭഗവതിക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറണം. എങ്ങനെയാ പ്രിയപ്പെട്ടവരായിട്ട് മാറാൻ സാധിക്കുക? ഭഗവതി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ ആരാ? അമ്മ പറയുന്നത് അനുസരിക്കുന്ന മക്കളാ. അമ്മയെ അനുസരിച്ച് സത്യസന്ധരായി അമ്മയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നോക്കൂതാ, വൃശ്യമാസമാണ്. ഭഗവാന്റെ കാണാത്തൊരു മുഖമുണ്ട് സ്വാമിയുടെ, ധർമ്മശാസ്താവിന്റെ, അയ്യപ്പന്റെ. നമ്മൾ ആ മുഖം മാത്രം കാണില്ല, ഭഗവാന്റെ ബാക്കി എല്ലാ മുഖവും കണ്ടിട്ട് ഭഗവാന്റെ ഏറ്റവും കോറായിട്ടുള്ള, ഭഗവാന്റെ ഏറ്റവും മൂലമായിട്ടുള്ള രൂപമാണ് ഈ അമ്മയോടുള്ള സ്നേഹം. നോക്കൂ, ഭഗവാൻ പുലിപ്പാല് പോയത് ആർക്ക് വേണ്ടിയിട്ടാണ്? അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോഴാണ് പോയത്. സ്വന്തം അമ്മയ്ക്ക് വയ്യാണ്ടായി എന്ന് കേട്ടപ്പോ എന്റെ ജീവൻ പോലും എനിക്ക് പ്രശ്നമില്ല, പുലിയെങ്കിൽ പുലി കൊണ്ട് പോയ ആളാ സ്വാമി. ബാക്കിയൊക്കെ നമുക്ക് ശബരിമലയെ കുറിച്ചൊക്കെ നമ്മൾ കാണുമ്പോഴും ഈ അമ്മയോട് സ്വാമിക്കുണ്ടാകുന്ന സ്നേഹത്തെ നമ്മൾ മറന്നുപോയി. പറയുമ്പോ പ്രസവിച്ച അമ്മയല്ല. നോക്കൂ, എന്താ ഭഗവാൻ അറിയില്ലേ പ്രസവിച്ച അമ്മയല്ല? എന്നിട്ടും പുലിയുടെ പാല് കൊണ്ടുവരാൻ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയി. അച്ഛൻ പറയുന്നുണ്ട് ഭഗവാനോട്, ഉണ്ണി നീ വിചാരിക്കുന്നത് പോലെ നല്ല, കാട് എന്ന് പറഞ്ഞാൽ അതിഘോര മൃഗങ്ങളുള്ള സ്ഥലമാണ്. ഈ പുലി എന്ന് പറയുന്ന സാധനത്തിലേക്ക് കറന്ന് പാലെടുക്കുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ചികിത്സ നോക്കാം. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? എന്റെ അമ്മ ഇവിടെ കടന്ന് വേദനിക്കുന്ന ഓരോ നിമിഷവും എന്റെ ഉള്ളിൽ 1000കണക്കിന് മുള്ളുകൾ കുത്തി ഇറങ്ങുകയാണ് അച്ഛാ. എന്റെ അമ്മയാണ് ഈ കടന്ന് വേദന തിന്നത്, അതുകൊണ്ട് പോകേണ്ടത് എന്റെ ഉത്തരവാദിത്തം. എന്താ ഭഗവാൻ പോകുന്നത്?